السلام عليكم ورحمة الله وبركاته. الحمد لله الذي أنزل آيات بينات وكتابا مبينا تبيانا وتفصيلا لكل شيء وهدى وبشرى للمسلمين. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. أهلا وسهلا ومرحبا بكم إلى لقائنا الجديد من لقاءات فهم القرآن على أيسر الطريق. ഖുർആൻ പഠനത്തിന്റെ എളുപ്പവഴിയുടെ കീഴിൽ നടന്നു വരുന്ന അറബിക് മേഡീസി അറബി ഭാഷാ പഠനത്തിന് എളുപ്പവഴി പഠിച്ചു നോക്കിയിട്ട് എന്ത് തോന്നുന്നുണ്ട്? ഇപ്രാവശ്യം തറാവി നമസ്കാരത്തിന് നിന്നപ്പോഴത്തേക്ക് ഇന്നയും കാനയും ലാലിന്റെ ഒക്കെ ആലോചിച്ചാൽ മതി. ആലോചിച്ച് നോക്കിയോ? എല്ലാവരും മൈക്ക് ഓഫ് ആണ്. هل تسمعون؟ അല്ല, കേൾക്കുന്നുണ്ടോ? അതാ മൈക്രോഫോണ് സൗണ്ട് കുറവാണോ? ഹൈ പിച്ചിലാണ് ഇവിടെ കിടക്കുന്നത്. ഇതേറ്റി ഹെഡ്സെറ്റ് ഉണ്ടോ? നിങ്ങൾ ഡഗ ഡഗ എന്നാണ് പറഞ്ഞത്. 2 ഡ കിടപ്പുണ്ട്. റെസ്പോൺസ് എബിലിറ്റി ഉള്ള ആരും ഇല്ല. ഇൻഷാല്ലാ നമ്മൾ ക്ലാസ് ക്ലോസ് ചെയ്തിട്ട് നാളെ ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും വരുന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ് എടുക്കാം. ചോദിച്ചതിന് മറുപടി പറയും. ഓതുമ്പോ അർത്ഥം ഉൾക്കൊണ്ടോണ്ട് ഓതാൻ പറ്റുന്നുണ്ട്. അൽഹംദുലില്ലാ. അൽഹംദുലില്ലാ. ബഖറയൊക്കെ ഓതുമ്പോ ബനൂ ഇസ്രായേലിന്റെ എല്ലാ ഓരോ സംഭവങ്ങളും നമുക്ക് അത് ഏകദേശം അതിന്റെ അർത്ഥങ്ങള് നിങ്ങൾ ബക്കറ പഠിച്ച ആളാണോ? അല്ല, ഉസ്താദിന്റെ കൂടെ പഠിച്ചിട്ടില്ല. എന്നാലും നമ്മൾ അർത്ഥം കൂടെ നോക്കിയാണ് ഓതാറുള്ളത്. അതുകൊണ്ട് വേറെ ആർക്കും മനസ്സിലാവുന്നില്ലേ? ഉസ്താദെ മനസ്സിലാവുന്നുണ്ട്. ഞാന് ഉസ്താദ് ചോദിക്കുമ്പോൾ കേട്ടിട്ടില്ല. എന്റെ ഓഡിയോ എന്തോ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഹെഡ്സെറ്റ് ഉപയോഗിക്കുന്നുണ്ടോ? ഉപയോഗിക്കുന്നുണ്ട്. ആരാണ് നിങ്ങളുടെ പേരെന്താ? മൂസക്കുട്ടി സാഹിബ്. പിന്നെ ആരും കേൾക്കുന്നില്ലേ? അതാ നിങ്ങളാരും പള്ളി നിസ്കരിക്കാൻ പോയില്ലേ? വീട്ടിൽ നിന്നാണ് നിസ്കരിക്കേണ്ടത് സുന്നത്ത് നമസ്കാരങ്ങളെല്ലാം. എല്ലാവരും വീട്ടിൽ നിന്ന് നമസ്കരിച്ച്. പിന്നെ വീട്ടിൽ നിന്ന് നമസ്കരിക്കുമ്പോഴും തറാവി നമസ്കാരം ഉണ്ടല്ലോ. അല്ല, ഖിയാമുല്ലൈൽ നമസ്കരിച്ചപ്പോൾ എല്ലാം തോന്നിയോ? അതല്ല, നിങ്ങൾ ഇവിടെ മണിച്ചോദനോ മറച്ചോദനോ അതാണോ ചിന്തിച്ചത്? അവിടെ തന്മീൻ വെളിവാക്കണോ, തന്മീൻ മറച്ചോദനോ, മറിച്ചോദനോ, ഇതെല്ലാം നിയമങ്ങളുണ്ട്. പക്ഷെ അതെല്ലാം സംഗീതം അവതരിപ്പിക്കുന്നത് പോലെ ഖുർആനിനെ അവതരിപ്പിക്കുമ്പോഴാണ്. അത് ശ്രദ്ധിക്കണോ അല്ലേ?
അല്ലേ? ശ്രദ്ധിക്കണ്ട എന്നല്ല പറഞ്ഞത്, പക്ഷെ പ്രധാനം ഏതാണ്? അർത്ഥമാണല്ലേ? ഞാൻ തജ്വീദ് ഒന്നും പഠിക്കണ്ടെന്ന് പറഞ്ഞെന്ന് പറയും. ആ, പ്രധാനം അർത്ഥമാണ്. ആ, അതേപോലെ തന്നെ എനിക്ക് കഴിഞ്ഞ നമസ്കാരത്തിൽ നിന്നപ്പോഴത്തെ എനിക്ക് തോന്നിയത്, ആ, ഇമാമ് ചില സ്ഥലങ്ങളിലൊക്കെ ആയത്ത് മാറിപ്പോകുന്നുണ്ടോ, അല്ല ചില വാക്കുകളൊക്കെ വിട്ടുപോകുന്നുണ്ടോ എന്നൊരു തോന്നല്. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, ആ ഹിഫുദിനെ ശ്രദ്ധിക്കാനാണ് നോക്കിയത്. അപ്പൊ ഹിഫുദിനെ ശ്രദ്ധിക്കാൻ നോക്കിയപ്പോ എന്ത് പറ്റി, നമുക്ക് അർത്ഥത്തെ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. അതെ. അപ്പൊ അർത്ഥം ആലോചിച്ച് വരുമ്പോ നമുക്ക് പോകും, സ്വർഗത്തെ കുറിച്ച് പറയുമ്പോൾ ഇനി എന്തോ പറയാനുണ്ട്, ഇനി എന്താണ് എനിക്ക് കിട്ടാൻ പോണത്, ഞാൻ അതിൽ പോകാനുള്ള ആളാണോ, നരകത്തിലേക്ക് നരകത്തെ കുറിച്ച് പറയുമ്പോൾ പഠിച്ചോനെ ഈ നരകത്തിൽ നിന്ന് എനിക്ക് രക്ഷ തരണേ എന്നുള്ള ചിന്തയിലേക്ക് നമുക്ക് പോകാൻ പറ്റുന്നില്ല. എപ്പോൾ ഓ, ഹിഫുദ് ഇദ്ദേഹം എന്തെങ്കിലും ഒരു വാക്ക് വിട്ടു കളയുന്നുണ്ടോ? കാരണം ഒരു സമയത്ത് ഇദ്ദേഹം ഇങ്ങനെ ആയത്ത് മറിച്ച് ഇങ്ങനെ മാറ്റി ഓദിക്കൊണ്ടിരിക്കും, മാറ്റി മനസ്സ് തീരുന്നില്ല, അല്ല അടുത്ത ആയത്തിലേക്ക് പോകുന്നില്ല, അങ്ങനെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ഓദിക്കേണ്ടിയിരിക്കും. അപ്പൊ നമ്മൾ ഹിഫുദിനെ പോലും ശ്രദ്ധിക്കുമ്പോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ആശയത്തെ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. അപ്പൊ തജ്വീദ് നമ്മൾ ശ്രദ്ധിച്ചാൽ എന്തായിരിക്കും അർത്ഥം? ഇവിടെ തഹ്ഫീം വേണ്ടത്ര അദ്ദേഹം വേണ്ടത്ര എന്ത് ചെയ്തില്ല, എന്താ പറയുക, തഹ്ഫീം ചെയ്തില്ല, ഖനപ്പിച്ച് ഓതിയില്ല, ഉൾക്കണ്ണത്തോടുകൂടി ഓതിയില്ല, നേർപ്പിച്ച് ഓതിയില്ല എന്നൊക്കെ നമുക്ക് തോന്നിയാൽ നമ്മൾ അവിടെയല്ല ചിന്തിക്കേണ്ടത്, നമ്മൾ അർത്ഥത്തിലാണ് ചിന്തിക്കേണ്ടത്. ഓക്കെ, വേറെ ആരെങ്കിലും മൈക്ക് ഓൺ ചെയ്യുന്നുണ്ടോ? ഇപ്പൊ നമ്മൾ പുതിയ സിസ്റ്റം എന്ന് പറഞ്ഞാൽ റെസ്പോൺസിബിലിറ്റി ഇല്ലാത്ത, അതായത് റെസ്പോൺസ് എബിലിറ്റി, മറുപടി പറയാൻ പറ്റാത്തവരെയൊക്കെ നമ്മൾ ക്ലാസ്സിൽ നിന്ന് റിമൂവ് ചെയ്യുക. ഞാൻ പഠിപ്പിച്ചിട്ട് എന്തെങ്കിലും പ്രയോജനം കിട്ടണമെന്ന് അറിയണം. ചോദിക്കാൻ മറുപടി പറഞ്ഞാൽ പിന്നെ നമ്മൾ ക്ലാസ് ഒന്നുമില്ല, അല്ലെങ്കിൽ പിന്നെ വീഡിയോ റെക്കോർഡ് വെച്ചാൽ പോരെ. ഒരു ഡൗട്ട് വെച്ചോട്ടെ. ഈ നമസ്കാരത്തിലെ ഖുശൂനെ കുറിച്ചാണ്. നമ്മള് നമസ്കാരത്തിൽ പരിപൂർണമായിട്ട് ഉസ്താദിനൊക്കെ കോൺസെൻട്രേഷൻ ഫുള്ള് നമ്മുടെ ഹൃദയം വേറെ ഇങ്ങോട്ടും പോകാതെ നിൽക്കാൻ പറ്റുമോ ഉസ്താദിനൊക്കെ? എനിക്ക് അങ്ങനെ പറ്റാറില്ല, ഇടയ്ക്കൊക്കെ വേറെ എങ്ങോട്ടെങ്കിലൊക്കെ. മാനുഷികമായ പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും, അത് സ്വാഭാവികമാണ്, മാനസികമായ. പിന്നെ ഓരോരുത്തരും ഇപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയത്തിൽ നിന്നും എന്താണ് വെള്ളം തിളയ്ക്കുന്ന പോലുള്ള ശബ്ദം കേൾക്കാറുണ്ടായിരുന്നു. അത് അദ്ദേഹത്തിന് ഫീൽ ചെയ്യാൻ പറ്റില്ല, പക്ഷെ മറ്റുള്ളവർക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെയും ഹൃദയത്തിൽ നിന്നും അങ്ങനെ ശബ്ദം കേൾക്കാറുണ്ടായിരുന്നു, ശരീരത്തിന്റെ ഉള്ളിൽ നിന്നും അങ്ങനെ ഒരു ശബ്ദം കേൾക്കാറുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ അത്രത്തോളം കോൺസെൻട്രേറ്റ് ചെയ്യാൻ അവർ കഴിഞ്ഞിരുന്നു. നമ്മൾ ഈ കോൺസെൻട്രേഷനിൽ തന്നെ എന്ത് ചെയ്യുന്നില്ല, കോൺസെൻട്രേഷൻ ചെയ്യും. നമ്മളത് ഗ്രാജുവലി പടിപടിയായിട്ട് വളർത്തിയെടുക്കേണ്ട സംഭവമാണ്. നമ്മൾ ശ്രദ്ധിച്ച ഏകാഗ്രതയോടുകൂടി ഇപ്പൊ ഒരു മെഡിറ്റേഷൻ മറ്റു സംഗതികൾ ചെയ്യുമല്ലോ, മെഡിറ്റേഷൻ പിന്നെ എന്താ പറയാ, മെഡിറ്റേഷൻ തന്നെയാണ് ഏകാഗ്രത വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ള സംഭവം. പല സംഗതികളുണ്ട്. അപ്പം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, നമുക്കിപ്പോ ഖുർആൻ സമയത്തോളാണെങ്കിൽ നമുക്ക് ഖുർആന്റെ ആശയത്തിലാണ് നമ്മൾ ശ്രദ്ധിച്ചിരിക്കുക, ആശയത്തിൽ ശ്രദ്ധിച്ചിരിക്കുക. അതിന്റെ അടുത്തത് എന്താണ് പറയാൻ പോകണമെന്ന് ആലോചിക്കുക. അപ്പൊ നരകമാണെങ്കിൽ അങ്ങനെ അതിൽ നിന്ന് രക്ഷപ്പെടുക, സ്വർഗമാണെങ്കിൽ അതിനെ ആഗ്രഹിക്കുക, അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. നമ്മൾക്ക് റബ്ബന ആതിന ഹാദിഹി എന്ന് പറയേണ്ട കാര്യമില്ല. ഇങ്ങനെ മനസ്സിൽ പറഞ്ഞാൽ മതി, എത്താനുള്ള തൗഫീഖ് തരണം എന്ന് മനസ്സിൽ പറഞ്ഞാൽ മതി. അപ്പൊ അങ്ങനെ ഒരു ചിന്താഗതി ഉണ്ടാകുക. ഇതിലൂടെ മാത്രമേ നമുക്ക് ഖുശൂഇലേക്കും എന്താ പറയാ ഹുദൂഇലേക്കും ചെല്ലാൻ പറ്റുള്ളൂ. ഏകാഗ്രതയിലേക്ക് ചെല്ലണമെങ്കിൽ അങ്ങനെ അതിലൂടെ ഗ്രാജുവലി ചെയ്തിട്ടുണ്ട്. അതിനാണ് അർത്ഥം മനസ്സിലാക്കി തന്നെ പാരായണം ചെയ്യുന്നത്. അല്ലേ? നമ്മൾ അവസാനം പഠിച്ചു നിർത്തിയ എവിടെയാണെന്ന് ആർക്കെങ്കിലും പറയാം? ഓർക്കാൻ പറ്റുന്നില്ല. ഞാൻ ഉച്ചക്കൊക്കെ ഓർത്തില്ല ഉസ്താദിനെ ചോദിക്കും, അത് നോക്കി വെക്കണം. ലമ്മ ഒക്കെ ബഹുവചനത്തിൽ അഫ്ആലുൽ ഖംസയിൽ വന്നാൽ എന്താണ് സംഭവിക്കുക? അതാണ് അവസാനം പറഞ്ഞത്. അതെ, ലാസ്റ്റ് പഠിച്ച ക്ലാസ്. നിങ്ങൾ വേറെ ഏതെങ്കിലും ക്ലാസ്സിൽ കേട്ടാണോ അത്? ക്രിയാന്തത്തിൽ സുക്കൂൻ വരുത്തുന്നവ ഇല്ലം ലമ്മ അതൊക്കെയാണല്ലോ സാർ. അത് മറ്റേയാള് പറഞ്ഞതാണ്. മറ്റേയാള് പറഞ്ഞില്ലല്ലമ്മ പറഞ്ഞപ്പോ നിങ്ങൾ പറഞ്ഞ സുക്കൂൻ വരുത്തുന്നതാണെന്ന് പറഞ്ഞു.
അവര് ചിലപ്പോ വേറെ ക്ലാസ്സിൽ എങ്ങനെ കേട്ടു. അസ്മാഉൽ ഖംസ അല്ല പഠിച്ചത് ലാസ്റ്റ്? അസ്മാഉൽ ഖംസ, ഏത് അസ്മാഉൽ ഖംസ. അഫ്ആലുൽ ഖംസ. അസ്മാഉൽ ഖംസയൊക്കെ കഴിഞ്ഞ് അഫ്ആലുൽ ഖംസ അല്ലേ എടുത്തത്? ഊന ഈന ആ അത് പിന്നെ കഴിഞ്ഞു പിന്നെ കഴിഞ്ഞു ആന ആന ഈന ഊന അത് കഴിഞ്ഞു ആന അതൊക്കെ കഴിഞ്ഞു. ആനി ആന ഈന ഊന കഴിച്ചാണ് അസ്മാഉൽ ഖംസ ആന എടുത്തത്. ആന ആന എവിടെയാ ഉള്ളത് നിങ്ങൾ? ആനി 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 ഈന ഊന. അതെ, നമ്മൾ ആനി ഈന. ഇന്നയുടെ സഹോദരിമാരെയാണ് പഠിച്ചത്. ആ ലാസ്റ്റ് ക്ലാസ് ഇതായിരുന്നില്ലേ? അഫ്ആലുൽ ഖംസ ബഹുവചനത്തിൽ വന്നാലുള്ള ഇത്. വേറെ ക്ലാസ്. നല്ല നിതൻ കൈ അതൊക്കെ കഴിഞ്ഞു. ലമ്രു അതൊക്കെ ഇതാണ് ലാസ്റ്റ് പഠിച്ചത്. ഏത്? ഈ അബു അപ്പു അതൊക്കെ കഴിഞ്ഞ്. അപ്പോ കഴിഞ്ഞിട്ട് കണ്ട ഇതാണ്, ഇത് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇന്നയുടെ അതെ അതെ ക്ലാസ്സിൽ ലാസ്റ്റ് എടുത്തത്. മറ്റ് സഹോദരിമാരെ പഠിച്ചു. ഇന്നയും അന്നയുമാണ് നമ്മൾ ആദ്യം പഠിച്ചത്. അതിനുശേഷം കാന പഠിച്ചു. അതിനുശേഷം പിന്നെ വീണ്ടും നമ്മൾ തിരിച്ച് ഇന്നയുടെ വിട്ടുപോയ ബാക്കി സഹോദരിമാരെയാണ് പഠിച്ചത്. ബാക്കി സഹോദരിമാരേല് കഅന്ന, ലാക്കിന്ന, ലാക്കിന്ന, ലൈത, ലഅല്ല, ഇത്രയുമാണ് പഠിച്ചത്. ലഅല്ല ഓർമ്മയുണ്ടോ? ഞാൻ ചിലപ്പോൾ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവില്ല, ലഅല്ല മിസ്സായിട്ടുണ്ടാവും എന്ന് പറഞ്ഞാല് ഇതാണ് അവസാനത്തെ ഡിസ്പ്ലേ. ലഅല്ലഹു, ലഅല്ലഹും, ലഅല്ലക, ലഅല്ലക്കും, ലഅല്ലി, ലഅല്ലന പോലെ വന്നിരിക്കുന്നത് കൊണ്ട് ലഅല്ലയ്ക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം ലഅല്ല വളരെ അപൂർവമായിട്ട് മാത്രമേ ലഅല്ല ഇന്നയിലെ അതേ നിയമം ബാധകമായിട്ട് വരുന്നുള്ളൂ. ലഅല്ല സഅത ഖരീബുൻ പോലെ ഒരു ഉദാഹരണം മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം എന്താ ലഅല്ലക, ലാ തദ്രി, ലഅല്ലല്ലാഹ. ലഅല്ലല്ലാഹ വന്നപ്പോ ബാക്കി സെക്കൻഡ് പാർട്ട് പ്രൈസ് ആയിട്ടാണ് വന്നെന്ന് പറഞ്ഞു നോക്കുന്നുണ്ടോ? അപ്പൊ നിങ്ങൾക്ക് ഇന്ന വന്നാൽ ഇന്നയുടെ ഫസ്റ്റ് പാർട്ടിന് നെസ്ബ് കൊടുക്കണം, സെക്കൻഡ് പാർട്ടിന് റഫ് കൊടുക്കണമല്ലോ. അപ്പൊ ലഅല്ലല്ലാഹ, ലഅല്ലല്ലാഹ കഴിഞ്ഞിട്ട് ബാക്കി എവിടെ ഉണ്ട്? യുഹ്ദിസു ബഅദ ദാലിക അംറ എന്ന് പറഞ്ഞത് അതെന്താണ്? ഒരു ജുംലയാണ്. അപ്പൊ ജുംല വന്നാൽ പിന്നെ നിയമം ജുംലയിലേക്ക് പോയി. പിന്നെ ജുംലയുടെ ബാക്കി ഭാഗങ്ങൾ, അതായത് പിന്നെ വീണ്ടും യുഹ്ദിസു നക്രി വന്നു. അത് വേറെ വിഷയമായിട്ടാണ് വരുന്നത്. അതെന്തില്ല, നമ്മൾ പഠിക്കുന്ന ഷോർട്ട് കട്ട് മെത്തേഡിൽ പിന്നെ അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണ്ട. ലഅല്ലയുമായി ബന്ധപ്പെടുത്തണ്ട അതിനെ. അത് വേറൊരു ജുംലയായിട്ട് വന്നുകൊണ്ട് പിന്നെ അടുത്ത ജുംലയുടെ നിയമമാണ്. അപ്പോൾ ലഅല്ല സഅത ഖരീബുൻ എന്നിടത്ത് മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ? ഈ ലഅല്ലയുടെ അതേ നിയമത്തിൽ വന്നിട്ടുള്ളൂ. പിന്നെ ലഅല്ലക ബാഖിഉൻ വന്നപ്പോ അതിന് സെക്കൻഡ് പാർട്ട് ഉണ്ട്. ഫസ്റ്റ് പാർട്ടിൽ കായാണ് വന്നത്, അതുകൊണ്ട് കായിൽ അടയാളം വെളിവാകില്ല. ബാഖിഉൻ ഉണ്ട് അവിടെ, എന്താണ്? ആ സെക്കൻഡ് പാർട്ടാണ്, അല്ലെങ്കിൽ അതിന്റെ ഖബറാണ്. അതേപോലെ ലഅല്ലക ബാഖിഉൻ രണ്ട് സ്ഥലത്ത് വന്നിട്ടുണ്ട്. ബാക്കിയെല്ലാം എന്താണ്? ലഅല്ലഹു, ലഅല്ലഹും, ലഅല്ലക, ലഅല്ലക്കും, ലഅല്ലി, ലഅല്ലന പോലെ വന്നിരിക്കുന്നതുകൊണ്ട് അതില് നമ്മൾ ഒരുപാട് ചിന്തിക്കേണ്ട കാര്യമില്ല. അത്രയും എളുപ്പത്തിന് വേണ്ടിയാണ് എന്ന് പറയും. അപ്പോൾ ഇന്നയുടെ സഹോദരിമാരെ പറയാൻ പറ്റുമോ? ഇന്നയുടെ സഹോദരിമാരെ ഞാൻ പറഞ്ഞു പഠിപ്പിച്ചല്ലോ. ലൈത്തലല്ല, തിരിച്ചു പറയും. ഇന്ന വന്ന കഅന്ന ലാകിന്ന, ഇന്ന വന്ന കഅന്ന ലാകിന്ന, പിന്നെ ലൈത്തലല്ല. എല്ലാവരും ഒരേ റൊട്ടേഷൻ പറയുക. അത് നമ്മൾ ഒരു കൂട്ടായ്മയോടുകൂടി പറഞ്ഞാൽ ഐകമത്യം മഹാബലം എന്ന് പറഞ്ഞതുപോലെ
ഒരാള് അബുദാബിയിലും, വേറൊരാള് ഷാരിഖയിലും, വേറൊരാള് അൽ ഖൈമയിലും, വേറൊരാള് ന്യൂയോർക്കിലും, വേറൊരാള് ത്രിഫാന്തത്തിലും ആണെങ്കിൽ പോലും അവിടെ ഒരു എനർജി ലെവൽ ഉണ്ടാകും. അതിനാണ് നമ്മൾ മലക്കുകളുടെ സഹായം ഉണ്ടെന്ന് പറയുന്നത്. മലക്കുകളുടെ സഹായം ഉണ്ടെന്ന് പറഞ്ഞാൽ അത് യാഥാർത്ഥ്യമാണ്. അതെങ്ങനെയാണ് ഭൗതികമായി തെളിയിക്കാന്ന് ചോദിച്ചാൽ എനർജി ലെവൽ അവിടെ ഉണ്ട്. അപ്പൊ എല്ലാവരും ഒരേപോലെ പഠിച്ചാൽ അതിന് ഭയങ്കര എഫക്റ്റ്. ഇന്നയും അന്നയും 2 അക്ഷരം മാത്രമേ ഉള്ളൂ. അതില് 1 10 1 കസറ്. ഇന്ന അന്ന കന്ന ലാക്കിന്ന എന്നുള്ളത് 2 സ്ഥലത്ത് എന്തുണ്ട്? ഇന്ന ഉണ്ട്. കന്ന ലാക്കിന്ന. പിന്നെ 2 എണ്ണം ലൈത്തര അല്ല. ഇതാണ് ഇതിന്റെ സൗകര്യമാരെന്ന് മാത്രമേ നമുക്ക് ആലോചിക്കേണ്ടതുള്ളൂ. നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ഇന്നയും എണ്ണയുമാണ്. ബാക്കിയെല്ലാം കുറച്ച് പ്രാവശ്യം വന്നിട്ടുള്ളൂ. ഓക്കെ, ഇനി നമ്മള് കാനയുടെ ബാക്കിയുള്ള സഹോദരിമാര്. കാനയും നമ്മൾ ഏതായിരുന്നു അടുത്ത് കാനയുടെ കൂടെ? ഓക്കെ, നോക്കാം. കാനയ്ക്ക് കുറെ സഹോദരിമാരുണ്ട് കേട്ടോ. കാനയ്ക്ക് കുറെ സഹോദരിമാരുണ്ട് എന്ന് വിചാരിച്ച് നമ്മൾ എന്ത് ചെയ്യേണ്ടതില്ല. നമ്മൾ അതിനെക്കുറിച്ച് വിഷമിക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ല. എന്തുകൊണ്ട് വിഷമിക്കേണ്ടതില്ല? അതാദ്യം നമ്മൾ മനസ്സിലാക്കി. ഇത്രയും സഹോദരിമാരെ നമ്മൾ പഠിക്കേണ്ട കാര്യമില്ല. ഇതാണ് ഗ്രാമർ പഠിക്കുന്നവർ പഠിക്കുന്ന കാനയുടെ സഹോദരിമാര്. അപ്പോ ഇത്രയും പഠിക്കുന്നതിന്റെ കാര്യം എന്താ? ബാത്ത ഒരു പ്രാവശ്യം വന്നിട്ടുള്ളൂ. സാറ, അംസ, അള്ളഹ, മാസാല, മാഫത്തിഅ, ഇതെല്ലാം എത്ര പ്രാവശ്യം വന്നിട്ടുള്ളൂ? ഒരു പ്രാവശ്യം വന്നിട്ടുള്ളൂ. അതിനു വേണ്ടി നമ്മൾ ഇതെല്ലാം കൂടെ എണ്ണി പഠിക്കേണ്ട കാര്യമില്ല. പിന്നെ മൻഫക്ക എന്ന് പറഞ്ഞ് കാനയുടെ ഒരു സഹോദരി ഉണ്ട്. അത് ഖുറാനിൽ നേരത്തെ തീരെ ഉപയോഗിച്ചിട്ടില്ല. പിന്നെതാ മാബരഹ 3 പ്രാവശ്യം വന്നിട്ടുള്ളൂ. അപ്പൊ ഈ 1 3 0 ഒക്കെ മാറ്റി കഴിഞ്ഞാൽ ബാക്കി ഏതാ ഉള്ളത്? മാതാമ 7 പ്രാവശ്യം വന്നിട്ടുണ്ട്. ലല്ല 9 പ്രാവശ്യം. 7 9 മാറ്റി വയ്ക്കുക. പിന്നെ ബാക്കി ഏതാ? കാന ലൈസ. കാന ലൈസ അസ്ബഹ. ഇത് 3 അധികം പ്രാവശ്യം വന്നിരിക്കുന്നത്. കാന ലൈസ അസ്ബഹ. ഓക്കെ, പിന്നെ ലൈസയെ കുറിച്ച് ആദ്യം നമുക്ക് നോക്കാം. ലൈസ ഇവിടെ ക്രമത്തിലാണ് ഇരിക്കുന്നത്. ഉദാഹരണം ഇവിടെ എത്രത്തോളം സിമ്പിൾ ആണെന്നാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. നിങ്ങൾ ഇപ്പൊ ചിന്തിക്കേണ്ടത് എന്തെല്ലാം ഓർമ്മിച്ചേക്കണമെന്നല്ല. ഞാൻ പറയുന്ന വഴി എന്ന് പറയുന്നത് കാനയെ കുറിച്ചും കാനയുടെ സഹോദരിമാരെ കുറിച്ചും പഠിക്കുന്നത് എത്ര ലളിതമാണ് എന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് വെരി സിമ്പിൾ. ഞാൻ പറയുന്ന പോലെ പഠിച്ചു കഴിഞ്ഞാൽ എന്താണ്? ലളിതമാണ്. ലൈസയിലാണ് 4ാമത് കൊടുത്തിരിക്കുന്നത്. ലൈസു സവാ. ഇപ്പൊ ലൈസയുടെ ഫസ്റ്റ് പാർട്ട് എവിടെ ഉണ്ട്? അതിനകത്ത് തന്നെയുള്ള ഹുമ്മാണ്. സവാൻ സെക്കൻഡ് പാർട്ടാണ്, അതിന്റെ ഖബറാണ്. ഓക്കെ, അതേപോലെ വയഖൂലുല്ലദീന കഫറു ലസ്ത മുർസല. ഖുലുല്ലദീന കഫറു ലസ്ത മുർസലൻ. അപ്പൊ ലസ്തയിലെയും നേരത്തെ പറഞ്ഞ പോലെ ഫസ്റ്റ് പാർട്ട് അതിൽ തന്നെ ഉണ്ട്. അതിൽ തന്നെ എന്താ ഉള്ളത്? ലസ്തയില് അൻത. അൻത, നീ അല്ല. മുർസലല്ല, അയക്കപ്പെട്ട ദൂതനൊന്നുമല്ല എന്ന് യഖൂലുല്ലദീന കഫറു കാഫിറുകൾ. ലൈസയുടെ നിയമം വ്യക്തമായി വരുന്നത് ഇതുപോലെ. ഇവിടെ ലൈസു സവാ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എന്തുകൊണ്ട് ലൈസയുടെ ഇസ്മ പ്രത്യക്ഷത്തിലുള്ളതും ലൈസയുടെ ഖബർ പ്രത്യക്ഷത്തിലുള്ളതും കൊടുത്തില്ല? അങ്ങനെ ഇല്ല, ഖുറാനിലില്ല അങ്ങനെ. ഞാൻ തിരഞ്ഞു.
അതേപോലെ ഈ രണ്ട് സ്ഥലത്തും എനിക്ക് ഈ ഉദാഹരണങ്ങൾ ലൈസു സവാഅൻ പോലെയും ലസ്ത മുർസലൻ പോലെയുമാണ് ഉള്ളത്. ബാക്കിയെല്ലാം ഒന്നുമില്ലാത്ത എന്ന് പറഞ്ഞാൽ ലൈസയും നമ്മൾ എന്ത് ചെയ്യേണ്ടില്ല, ഒരു ഒരു സംഭവമായിട്ട് പഠിച്ചില്ലെങ്കിലും നമുക്കിതെല്ലാം മനസ്സിലാവും. ലൈസു സവാഅൻ, അവർ തുല്യരല്ല. അപ്പോൾ അവിടെ ലൈസയുടെ ഖബറാണ് ഇതെന്ന് മനസ്സിലാക്കിയാൽ മാത്രം ലൈസയുടെ കാനയുടെ സഹോദരിയാണ്, ലൈസയുടെ ഖബറാണ് രണ്ടാമത് കാണുന്നത്. ഇന്നഹു കാന തവ്വാബ എന്ന് പറഞ്ഞു. അപ്പൊ ഇന്നഹു കാന തവ്വാബയില് കാനയുടെ കൂടെ തന്നെ ഹുവയുണ്ട്, തവ്വാബൻ അതിന്റെ ഖബറാണ് എന്ന് പറഞ്ഞ പോലെയാണ് ലൈസു സവാഅൻ. അതേപോലെ ലസ്ത മുർസലൻ. അപ്പോ അതേതാണ് 89 പ്രാവശ്യം വന്ന ലൈസയുടെ അവസ്ഥയാണത്. 89 പ്രാവശ്യം വന്ന ലൈസ പോലും നമുക്ക് എന്ത് ചെയ്യേണ്ടതില്ല, അതൊരു കാര്യമായിട്ട് പഠിക്കേണ്ടതില്ല. പിന്നെയുള്ള ഏതാ? അസ്ബഹ. 28 പ്രാവശ്യം വന്ന അസ്ബഹ. إذا بشر أحدهم بالأذى قالوا فألف بين قلوبكم فأصبحتم بنعمته إخوانا. അവിടെ എന്തില്ല, അസ്ബഹ വേറെയും പിന്നെ അസ്ബഹയുടെ ഇസ്മിന് റഫ് ആയിട്ടും അസ്ബഹയുടെ ഖബറിന് നസ്ബായിട്ടും വന്നിട്ടില്ല. അപ്പൊ അസ്ബഹത്വം എന്ന് പറഞ്ഞപ്പോ അസ്ബഹയുടെ ഇസ്മ എവിടെ ഉണ്ട്? അല്ലെങ്കിൽ ഫസ്റ്റ് പാർട്ട് അതിൽ തന്നെയുള്ള ഏതാണ്? അൻതും. അസ്ബഹത്തും. അപ്പൊ അസ്ബഹത്തും, അപ്പോൾ നിങ്ങൾ ആയിത്തീർന്നു. അപ്പൊ നിങ്ങളാണ് അതിലെ ഫസ്റ്റ് പാർട്ട്. ബിനിഅമതിഹി, അവന്റെ അനുഗ്രഹത്താൽ എന്തായിത്തീർന്നു? ഇഖ്വാനൻ, സഹോദരന്മാരായി തീർന്നു. അതാണ് അതിന്റെ സെക്കൻഡ് പാർട്ട് അല്ലെങ്കിൽ ഖബർ. അല്ലാതെ ഫസ്റ്റ് പാർട്ട് വേറെ, പിന്നെ അത് റഫ് ചെയ്ത ഒരു ഭാഗം, പിന്നെ ഖബർ നസ്ബ് ചെയ്ത വേറൊരു ഭാഗമൊന്നുമില്ല. അപ്പൊ നമ്മൾ വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അസ്ബഹ വന്നിട്ടുണ്ട്. ഓക്കെ, അസ്ബഹ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എപ്പോഴായിത്തീർന്നു? അസ്ബഹയിൽ ഏതൊക്കെയാണ് അതിന്റെ പ്രധാന അക്ഷരം ഏതൊക്കെയാണ്? സാദ് ബാ ഹ കൊണ്ട് ഒരു വാക്കുണ്ടാക്കിയേ. അതാ വൈകുന്നേരമാണോ സുബഹ എന്ന് പറയുന്നത്? പ്രഭാതത്തിലായിത്തീർന്നു. പ്രഭാതത്തിലായിത്തീർന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ പറയല്ലോ, നിങ്ങളതാ ഒരു സുപ്രഭാതത്തിൽ സഹോദരന്മാരായിത്തീർന്നു എന്ന് പറയുന്ന പോലെ അള്ളാഹ് എന്ത് ചെയ്തു? നിങ്ങളെ ഹൃദയത്തെ കോർത്തിണക്കുകയും അത് കാരണമായി നേരം വെളുത്തപ്പോ നിങ്ങളെല്ലാവരും സഹോദരന്മാരായി. നമ്മൾ പറയും ഒരു സുപ്രഭാതത്തിൽ നിങ്ങളതാ എങ്ങനെ ആയിത്തീർന്നു? സഹോദരന്മാരായിത്തീർന്നു. നിങ്ങൾ പരസ്പരം പോരടിച്ചുകൊണ്ടിരുന്നവരായിരുന്നു. നിസ്സാരമായ ഒരു കാര്യത്തിൽ ഒരാൾ മറ്റേയാളെ ഇവിടെയുള്ള പുരുഷൻ മറ്റേ ഗോത്രത്തിലുള്ള അല്ലെങ്കിൽ അപ്പുറത്തുള്ള സ്ത്രീയെ പ്രണയിച്ചു. അപ്പൊ എന്തായി? പരസ്പരം കലഹത്തിന് കാരണമായി. ഇവിടെയുള്ള ഒട്ടകം അപ്പുറത്തെ ഫാമിൽ നിന്നും അല്ലെങ്കിൽ അപ്പുറത്തെ എസ്റ്റേറ്റിൽ നിന്നും അവരുടെ തോട്ടത്തിൽ നിന്നും എന്തോ മരങ്ങൾ കടിച്ചു തിന്നു, അല്ലെങ്കിൽ അപ്പുറത്തെ ഫാമിൽ കയറി. പിന്നെ അത് യുദ്ധത്തിന്റെ കാരണമായി തീർന്നു. എന്നിട്ട് വർഷങ്ങളോളം യുദ്ധം ചെയ്തുകൊണ്ടിരുന്നു. അതാ ഒരു റസൂൽ വന്നു അള്ളാന്റെ കലാം പഠിപ്പിച്ചതോടുകൂടി എന്തായി? ഒരു സുപ്രഭാതത്തിൽ നിങ്ങൾ സഹോദരന്മാരായിട്ട്. അതാണ് അസ്ബഹയുടെ അർത്ഥം. അള്ളാന്റെ ശിക്ഷ വന്നു, ചില സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. അള്ളാന്റെ ശിക്ഷ വന്നു അല്ല, സൂറത്ത് മുൽക്കിന്റെ അവസാനം എന്താ പറഞ്ഞത്? ഇത് കഹ്ഫിൽ പറഞ്ഞത്. മുൽക്കിൽ എന്താണ്? നിങ്ങൾ നേരം വെളുത്തിട്ട് എഴുന്നേറ്റ് നോക്കുമ്പോ നിങ്ങൾ വെള്ളം വെള്ളം വറ്റി വരണ്ടാൽ
ഫമൻ യഅതീകും ബിമാഇൻ മഈൻ. നിങ്ങൾക്ക് ആരും ഉണ്ട്? ആരോഗ്യത്തിൽ അതാ നിങ്ങൾ കിടന്നുറങ്ങിയിട്ട് നേരം വെളുത്ത് എണീച്ച് നോക്കിയപ്പോൾ വെള്ളം പറ്റി കിടക്കുക. ഇങ്ങനെയാണ് നിങ്ങൾ ഒരു സുപ്രഭാതത്തിൽ നിങ്ങൾ എഴുന്നേറ്റ് നോക്കുമ്പോൾ വെള്ളം പറ്റി കിടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആര് വെള്ളം കൊണ്ട് തരും എന്നാണ് എൻ്റെ അർത്ഥം. അപ്പോ അസ്ബഹ 28 പ്രാവശ്യം വന്ന അസ്ബയുടെ കാര്യമാണ്. ഇവിടെ ഉണ്ട് ഇന്ന അസ്ബഹ മാഅക്കും ഖൗറൻ ഫമൻ യഅതീകും ബിമാഇൻ മഈൻ. ശുദ്ധമായ വെള്ളം നിങ്ങൾക്ക് ആര് കൊണ്ട് തരും? അപ്പോ ഇരുപത്തെട്ട് പ്രാവശ്യം വന്ന അസ്ബഹയുടെ അവസ്ഥയാണ് അത്. 28 പ്രാവശ്യം വന്നു. അപ്പൊ ഇതൊന്നും നമുക്ക് ഒരു പ്രധാന വിഷയമായി പഠിക്കേണ്ടതില്ല. നമ്മൾ കാന മാത്രം പഠിച്ചു വെച്ചാൽ മതി. നമ്മൾ അറിഞ്ഞിരിക്കണം ഇവരൊക്കെ കാനയുടെ സഹോദരിമാരാണ്. അതായത് ഒരു പ്രാവശ്യം ഉള്ളവരെ നമ്മൾ ഓർന്നിട്ടും കാര്യമില്ല. ഓർത്താലും നമുക്ക്, കാരണം വല്ലപ്പോഴും ആകെ ഒരു പ്രാവശ്യം ഖുർആൻ വരുന്നുള്ളൂ. പിന്നെ ലൈസ ലല്ല മാദാമ അസ്ബഹ, ഇത്രയാണ് ഒരു പ്രാവശ്യം ഉള്ളതൊക്കെ വിട്ടേക്കുക. മാ ബരഹ ഉണ്ട്. ഓക്കെ, നമുക്ക് ഇതിന്റെ ഉദാഹരണങ്ങൾ ഉണ്ടായിട്ട് വല്ലതിന് യബീതൂന ലിറബ്ബിഹിം സുജ്ജദ. അപ്പൊ എന്തായി? ബാത്തയാണ്. ബാത്ത കാന. ഈ സഹോദരിമാരെ ഓർമ്മിച്ച് വെക്കാൻ ഒരു ബൈത്തുണ്ട്. ലി കാന ബാത്ത സാറ അംസ ലൈസ ലൽ. ലി കാന ബാത്ത സാറ അംസ ലൈസ ലൽ. മാദാമ അക്സു മാലി ഇന്ന മിൻ അമൽ. അസ്ബഹ അളഹ ബരഹ യുൻഫക ഫതി. സാല ബിനഹ്വി നഫിദിൽ അർബഅ. അവസാനം പറഞ്ഞ 4 കൂടെ എന്തുണ്ട്? നഫിയുണ്ട്, അഥവാ മായുണ്ട് എന്നാണ്. അത് കേട്ടിരിക്കാൻ പറ്റുന്നവർ ബൈത്ത് പഠിക്കണമെന്നുള്ളവർ എന്നോട് പറഞ്ഞ ബൈത്ത് പറഞ്ഞില്ല പിന്നീട്. ഇപ്പൊ ഇതെല്ലാം അധികവും ഒരു പ്രാവശ്യം വന്നിരിക്കുന്ന ആയതുകൊണ്ട് ഒന്ന് തീരെ വന്നിട്ടില്ലാത്തതുകൊണ്ട് നമ്മൾ അതൊന്നും എണ്ണി പഠിക്കേണ്ട കാര്യമില്ല, പക്ഷെ ഓർത്ത് വയ്ക്കുക. അപ്പൊ അതിന് ഈ ഉദാഹരണങ്ങൾ ഓർത്താൽ ഓർമ്മിച്ചിരിക്കാൻ പറ്റും. ഒന്ന്, വല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജ്ജദൻ. വല്ലദീന യബീതൂന സുജ്ജദൻ എന്നാണ്. യബീതൂന സുജ്ജദൻ. യബീതൂന സുജ്ജദൻ. കാനല്ലാഹു ഗഫൂറൻ. എന്താണ്? വല്ലദീന ഒരു വിഭാഗം യബീതൂന. അപ്പൊ യബീതൂനയുടെ ഫസ്റ്റ് പാർട്ട് എവിടെയാണ്? ആ ഊനൊന്നുമല്ല, യബീതൂനയിലെ ഹും ഉണ്ട്. അതായത് കാന എല്ലാം എന്താണ്? നമ്മൾ ഇന്ന പറഞ്ഞതുപോലെയല്ല. കാനയും സഹോദരിമാരും എന്താണ്? ഒരു ക്രിയ. അതെല്ലാം ക്രിയകളാണ്, വെർബുകളാണ്. അപ്പൊ കാനയും സഹോദരിമാരും ക്രിയകളാണ്. അതിന്റെ കൂടെ എന്ത് വരും? ആ ക്രിയയുടെ രൂപഭേദങ്ങൾ വരും. അപ്പൊ വല്ലദീന ഒരു വിഭാഗമാണ്. യബീതൂന അവർ. യബീതൂന എന്ന് പറഞ്ഞാൽ എന്താണ്? ബൈത്ത് അറിയാമല്ലോ. ബാത്തയിലെ യബീതൂനയിലെ 3 അക്ഷരങ്ങൾ ഏതൊക്കെയാണ്? ബൈത്ത്. ബൈത്ത് എന്തിനുള്ളതാ? താമസിക്കാനുള്ള, രാത്രി കിടക്കാൻ. രാത്രി കിടക്കാൻ. അപ്പം യബീതു എന്ന് പറഞ്ഞാൽ അവർ രാത്രി ചെലവഴിക്കുന്നു. ഉറങ്ങുന്നു എന്നല്ല, രാത്രി ചെലവഴിക്കുന്നു. നാമ ഉറങ്ങി. യബീതൂന എന്ന് പറഞ്ഞാൽ രാത്രി ചെലവഴിക്കുന്നു. അതേപോലെ വീടിന് വേറൊരു വാക്കുണ്ട്, ദാറ്. ദാറ് എന്ന് പറഞ്ഞാൽ എന്താ? ദാറ യദൂർ എന്ന് പറഞ്ഞാൽ ചുറ്റിക്കറങ്ങി. അതിനെ ചുറ്റിപ്പറ്റിയാണ് നമ്മുടെ ജീവിതം പോകുന്നത്. അതുകൊണ്ടാണ് ദാറ് എന്ന് പേര് വന്നത്. അതിൽ തന്നെ നമ്മൾ ചുറ്റിപ്പറ്റി നിൽക്കുകയാണ്. നമ്മൾ വീടിന് ചുറ്റിപ്പറ്റിയില്ല നമ്മൾ നിൽക്കുക. എവിടെ പോയാലും തിരിച്ച് അവിടെ തന്നെ വരും. എവിടെ പോകുന്നു? വീട്ടിൽ പോന്നു.
എവിടെ പോന്നു? മാർക്കറ്റിൽ പോകണം, പള്ളിയിൽ പോകണം. പോയിട്ട് തിരിച്ചെത്തി അവിടെ എന്ത് ചെയ്യും? തിരിച്ച് വീട്ടിൽ ബൈത്തിൽ വരും, അല്ല ദാറിൽ വരും. ആണ് ദാർ എഴുതുള്ളൂ. ഓക്കെ, ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് ബാത്ത് എബീത്തു എന്ന് പറഞ്ഞാൽ രാത്രി ചെലവഴിക്കുന്നു. ഈ റബ്ബിഹിം എങ്ങനെ ചെലവഴിക്കുന്നു? സുജ്ജതൻ. അപ്പോ എബീത്തുവിനയുടെ ഖബറാണ് സുജ്ജതൻ. വ ഖിയാമൻ, വാ ചേർത്ത് സുജ്ജതനോട് ബന്ധപ്പെടുത്തിയപ്പോ സുജ്ജതന്റെ നിയമം ഇതിലും വന്നു. സുജൂദിലായിക്കൊണ്ടും നിന്ന് നമസ്കരിച്ചുകൊണ്ടും അവർ ചിലവഴിക്കുന്നു. അല്ലതിനെ എബീത്തുൻ റബ്ബിഹിം സുജ്ജതൻ. ബാത്ത് കഴിഞ്ഞ പിന്നെ എന്താണ്? സോറ. ലിക്കാന ബാത്ത സോറ അംസ ലൈസ ലൽ മാദാമ അക്സു മാലി ഇന്ന മിൻ അമൽ അസ്ബഹ അൽഹ ബനഹം ഫകഫതി സാല ബിനഹ്വി നഫി ദിൽ അർബഅ. വല്ല ഓർമ്മിക്കാൻ പറ്റുന്നുണ്ടോ? ലീ കാന ബാത്ത സാറ അംസ ലൈസ ലൽ. ലൽ എന്ന് പറഞ്ഞാൽ ലല്ലയുടെയാണ്, അതായത് സുക്കൂൻ ചെയ്ത് പറയുമ്പോൾ ലൽ എന്ന് വരിക. ഓക്കെ, അപ്പോ അല ഇലല്ലാഹി തസീറുൽ ഉമൂർ. അല ഇലല്ലാഹി തസീറുൽ ഉമൂർ. സാറ യസീറു. സാറെന്താ ആയിത്തീർന്നു. അത് വേറെ ഉദാഹരണം കണ്ടെത്തുന്നതാണ്. ഇവിടെ സാറ എന്ന ക്രിയയുടെ കർത്താവായിട്ടുണ്ട്. നോക്കാം വേറെ ഉദാഹരണം ഉണ്ടോ നോക്കാം. അർത്ഥം എന്താ സർ? സാറ എന്ന് പറഞ്ഞാൽ ആയിത്തീർന്നു. അത് സാറ അതിന് യസ്ബഹ പോലെ സമയമൊന്നും ഇല്ല അല്ലെ? ആയിത്തീർന്നേ ഉള്ളൂ. ആയിത്തീർന്നേ ഉള്ളൂ, സമയമില്ലെന്നാണ് എന്റെ ഓർമ്മ. അല്ല, കാന ആയിരുന്നു. കാന ആയിരുന്നു, കാനയ്ക്ക് സമയമില്ല. അതേപോലെ സാറ ആയിത്തീർന്നു. അതിന് ആയിരുന്നു എന്നും ആയിത്തീർന്നു ഒരു അവസ്ഥ, വേറൊരു അവസ്ഥയിൽ ആയിത്തീർന്നു. ഇതാണ് സാറ. മറ്റേത് കാന എന്ന് പറഞ്ഞാൽ വാസ്, ആയിരുന്നു എന്നുള്ളതാണ്. സുബ്ഹാനല്ലാഹി ഹീന തംസൂന ഹീന തുംസൂന വഹീന തുസ്ബിഹൂൻ. അവിടെ അംസയാണ് വന്നിരിക്കുന്നത്. സാറ ഒരു പ്രാവശ്യമല്ലേ വന്നിരിക്കുന്നു പറഞ്ഞത്. അപ്പൊ ഇത് തന്നെ ഉള്ളു. ആകെ ഈ ഒരു സാറ മാത്രമേ ഉള്ളൂ, ഒരു പ്രാവശ്യമല്ലേ ഉള്ളൂ. അപ്പൊ ഈ സാറ മാത്രമേ ഉള്ളൂ, വേറെ ഉദാഹരണം ഇല്ല. ഇതിൽ നമുക്ക് കാനയുടെ പ്രത്യക്ഷത്തിൽ കാനയുടെ രൂപം ഒന്നും കാണാൻ പറ്റില്ല, കാനയുടെ അവസ്ഥയൊന്നും ഇത് കാണാൻ പറ്റില്ല. അതേപോലെ സുബ്ഹാനല്ലാഹി ഹീന തുംസൂന വഹീന തുസ്ബിഹൂൻ. അംസ എന്ന് പറഞ്ഞാൽ എന്താണ്? അംസ എന്നതിലെ 3 അക്ഷരങ്ങൾ ഏതൊക്കെയാണ്? മസാഅൻ എന്ന് പറയില്ലേ? മസാഅൻ, വൈകുന്നേരം. അതാണ് തുംസൂന. അംസ വൈകുന്നേരമായി തീർന്നു, മസാഇൽ ആയിത്തീർന്നു. അസ്ബഹ സ്വബാഹിൽ ആയിത്തീർന്നു. അംസ മസാഇൽ ആയിത്തീർന്നു. ഹീന തുംസൂന വഹീന തുസ്ബിഹൂൻ. അസ്ബഹ നമ്മൾ വേറെ പഠിച്ചുകൊണ്ട് അതിലേക്ക് പോകുന്നു. എന്താ ശരിക്കും അർത്ഥം ഇവിടെ? സുബ്ഹാനല്ലാഹി ഹീന തുംസൂന വഹീന തുസ്ബിഹൂൻ. രാവിലെ നിങ്ങൾ പ്രഭാതത്തിലാകുമ്പോഴും പ്രദോഷത്തിലാകുമ്പോഴും അള്ളാഹ് പരിശുദ്ധനാണ്. അള്ളാഹ് എത്ര പരിശുദ്ധനാണ് എന്നാണ് കേട്ടോ. ഹീന സുബ്ഹാനല്ലാഹി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അള്ളാഹ് എത്ര പരിശുദ്ധനാണ് എന്ന ഒരു പ്രയോഗമാണ്. സുബ്ഹാന, അവൻ എത്ര പരിശുദ്ധനായിരിക്കുന്നു. ലൈസു സവാഅൻ, ലൈസയുടെ ഉദാഹരണമാണ് നമ്മൾ നേരത്തെ പറഞ്ഞു. യഖൂലുല്ലദീന കഫറൂ ലസ്ത മുർസലൻ, നേരത്തെ പറഞ്ഞു. വഇദാ ബുശ്ശിറ അഹദുഹും ബിൽ ഉൻസ ലല്ല വജ്ഹുഹു. ലല്ല എന്ന് പറഞ്ഞാൽ ശരിക്കും ലല്ലയിലെ ഫത്തഹ മാറ്റിയിട്ട് ലില്ലുൻ എന്നിട്ടാൽ എന്തായിരിക്കും അർത്ഥം? നിഴൽ അല്ലെങ്കിൽ തണൽ. അപ്പൊ തണൽ ബാധകമാകുന്നത് ഉച്ചയ്ക്കാണ്, വൈകുന്നേരത്തിലല്ല. വൈകുന്നേരത്തെ അംസ എന്ന് പറയും, പ്രഭാതത്തിലെ അസ്ബഹ എന്ന് പറയും. പിന്നെ ഉള്ളത്
ലില്ലിൽ നിൽക്കുന്നത് എപ്പോഴാണ്, അല്ലെങ്കിൽ നിൽക്കേണ്ടി വരുന്നത് എപ്പോഴാണ്? തണലിൽ നിൽക്കേണ്ടി വരുന്നത് രാവിലെയാണോ വൈകുന്നേരമാണോ? ഉച്ചയ്ക്ക്. ഉച്ചയ്ക്കാണ്. അതുകൊണ്ടാണ് ലല്ല എന്ന് പറഞ്ഞാൽ മധ്യാഹ്നത്തിൽ ആയിത്തീർന്നു. ഇതൊക്കെ ഓർമ്മിച്ച് വെക്കണം കേട്ടോ. അംശ എന്ന് പറഞ്ഞാൽ മസാഇൽ ആയിത്തീർന്നു. അസ്ബഹ എന്ന് പറഞ്ഞാൽ സബാഹിൽ ആയിത്തീർന്നു. ലല്ല എന്ന് പറഞ്ഞാൽ തണൽ തേടുന്ന ആ സന്ദർഭത്തിൽ ആയിത്തീർന്നു. തണൽ തേടുന്നത് ഉച്ചയ്ക്കാണ് തണൽ തേടി പോണത്. നല്ല നമ്മളല്ല വെറുതായിട്ട് പഠിച്ചിട്ടില്ലേ, വഴിവിഴവിലാക്കിന്നോ അങ്ങനെ ഒരു. അത് നിങ്ങൾക്ക് എന്തായി പോയതാണ്? നല്ല ആയിപ്പോയതാണ്. മറ്റുള്ള അത് നിങ്ങൾ വഴിതെറ്റിപ്പോയതുകൊണ്ടാ. വഴികേടിലായി. ആര് വഴികേടിലായിരുന്നു? നിങ്ങൾക്ക് തെറ്റിപ്പോയെന്ന്. അത് മറ്റേ ബോയാണ്. അത് മറ്റേ ബോയാണ്. അതാണ് നിങ്ങൾക്ക് തെറ്റിപ്പോയെന്ന് പറഞ്ഞത്. അല്ല, ഈ നാട്ടിലെ കുത്തുള്ള അല്ല പഠിച്ചിട്ടുണ്ടല്ലോ. കുത്തുള്ള വായാണ്, പക്ഷെ എല്ലാ വാക്യം 2 വാക്യം കുത്തുണ്ട്. അല്ല അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഈ നല്ല താഴെ മേലെ കുത്തിരുന്ന ഒരു ഇങ്ങനെ വല്ല നമ്മൾ പഠിച്ചിട്ടില്ല. അത് വന്നയാണ്. അവിടെ നിങ്ങൾക്ക് ഊഹം ശരിയായില്ല. വന്ന കരുതി. നിങ്ങൾ അങ്ങനെ കരുതിയത് കൊണ്ടാണ് കുഴപ്പം. അത് വന്ന, ഇത് വല്ല മധ്യാഹ്നത്തിൽ ആയിത്തീർന്നു കേട്ടോ. വില്ല് തേടുന്ന സന്ദർഭത്തിൽ ആയിത്തീർന്നു. അപ്പൊ ഇവിടെ എന്തായിരിക്കും അർത്ഥം? ഇത് ബുഷിർ അഹദുഹും ബിൽ ഉൻസ. അപ്പം നമ്മൾ പറയുമല്ലോ, കുട്ടി ജനിച്ചാൽ എന്താ പറയാ, കൺഗ്രാജുലേഷൻ പറയൂലേ? അങ്ങനെ കൺഗ്രാജുലേഷൻ അറിയിക്കപ്പെട്ടാൽ എങ്ങനെ ഒരു ഫീമെയിൽ ചൈൽഡ് ആണെന്ന്, ഒരു പെൺകുട്ടിയാണ് നിനക്ക് പിറന്നത് എന്ന് സന്തോഷ വാർത്ത അറിയിച്ചാൽ, ബുഷിറ എന്ന് പറഞ്ഞാൽ സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടു. അഹദുഹും അവരിൽ ഒരാൾ. അങ്ങനെ ജാഹിലിയ കാലഘട്ടത്തിൽ, ഇസ്ലാമിന് മുമ്പുള്ള കാലഘട്ടത്തിൽ അങ്ങനെ സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടാൽ നല്ല വജുഹുഹു, അവന്റെ മുഖം ഉച്ചയ്ക്കായിത്തീരും എന്ന് പറഞ്ഞാൽ നട്ടുച്ചയ്ക്ക് തിളങ്ങി നിൽക്കേണ്ടതാണ് മുഖം. പക്ഷേ ആ സമയത്ത് അവൻ കറുത്തിരണ്ടതായിരിക്കും. അപ്പൊ സൂര്യൻ നട്ടുച്ചയ്ക്ക് ഉദിച്ചു നിന്നെങ്കിൽ പോലും അവന്റെ മുഖം എന്തായിരിക്കും? കറുത്തിരണ്ടതായിരിക്കും. മുസ്വദ്ദൻ, സൗദ ആയിരിക്കും, അസ്വദായിരിക്കും. മുസ്വദ് എന്ന് പറഞ്ഞാൽ അസ്വദാക്കപ്പെട്ടത്. നല്ല വജിഹു മുസ്വദ്ദൻ വഹുവ കലീൽ, ഇവന് കോപാകുലനായിരിക്കുന്നതാണ്. അപ്പം നല്ല എത്ര പ്രാവശ്യമുണ്ട്? നല്ല 9 പ്രാവശ്യമുണ്ട്. ഖാലു നഅബുദു അസ്നാമൻ, ഖാലു അവർ പറഞ്ഞു, നഅബുദു അസ്നാമൻ, ഞങ്ങൾ, അസ്നാം എന്താണ്? ബിംബങ്ങളെ ആരാധിക്കുന്നു. ബിംബങ്ങൾ. ഫനളല്ലു ലഹ, ഞങ്ങൾ എന്ത് ചെയ്യുന്നു? ഇവിടെ ഒന്ന് ശരിക്കും പറഞ്ഞാൽ ഉച്ചയ്ക്ക് എന്ന ഒരു ഭാഷാർത്ഥത്തിൽ അതിന്റെ പ്രയോഗത്തിൽ ഇതാണ് അർത്ഥമെങ്കിലും അങ്ങനെ ഒരു സ്പെസിഫിക് ടൈമിലല്ല കേട്ടോ. ഞാനത് നിങ്ങൾക്ക് മനസ്സിൽ നിൽക്കാൻ വേണ്ടി നട്ടുച്ചയ്ക്ക് അങ്ങനെയൊക്കെ പറഞ്ഞതേ ഉള്ളൂ. നിങ്ങളുടെ മനസ്സിൽ നിൽക്കാൻ വേണ്ടി പറഞ്ഞതാണ്. മറ്റതിനൊക്കെ അങ്ങനെ വരും. ബീത്തൂന റബ്ബിഹിം, അതിന് അങ്ങനെ തന്നെയാണ്. അപ്പോൾ രാത്രി കഴിച്ചു കൂട്ടിയെന്ന് തന്നെയാണ് അർത്ഥം. അതേപോലെ ഇന്ന് ചില സ്ഥലങ്ങളിലൊക്കെ അങ്ങനെ തന്നെയാണ്. അസ്ബഹ ആയി തീർന്നു എന്ന് കോമൺ ആയിട്ടും ഉപയോഗിക്കും. എന്നൊക്കെ പറഞ്ഞ എന്താണ്? ജനറല്ല. അസ്ബഹ ആയിത്തീർന്നു, യുസ്ബിഹു ആയിത്തീരും. അപ്പോൾ എന്താണ്? ജനറലാണ്. ബാത്ത് ബീത്തു ആണ്. അതേപോലെ അംസ യുംസിയും ഒക്കെയാണ്. അത് ടൈം ബൗണ്ടഡ് ആണ്. അത് ടൈം ബൗണ്ടഡ് അല്ലാതെ ജനറലായിട്ടും ഉപയോഗിക്കും. അപ്പൊ ഇവിടെ എന്താ പറഞ്ഞത്? ഖാലു നഅബുദു അസ്നാമൻ ഫനളല്ലു ലഹ ആകിഫീൻ. നഅബുദു അസ്നാമൻ, ഞങ്ങൾ ബിംബങ്ങളെ ആരാധിക്കുന്നു. ഫനളല്ലു ലഹ ആകിഫീൻ, ഞങ്ങൾ അതിന് എന്ത് ചെയ്യുന്നു?
ആക്കിഫ് എന്ന് പറഞ്ഞാൽ എന്താ? എത്തിക്കാതിരിക്കുന്നു. ആ ആക്കിഫ് ലിത്വാഇഫീന വൽ ആക്കിഫീന എന്ന് പറഞ്ഞില്ലേ? ത്വഹിറ ബൈത്തിയ ലിത്വാഇഫീന വൽ ആക്കിഫീന വറുക്കഈ സുജൂദ്. ആക്കിഫീൻ, ഞങ്ങൾ അതിൽ. അപ്പൊ എന്താണ് ആക്കിഫീൻ? എങ്ങനെ? ഭജനം വരുന്നു. അത് തന്നെ ഭജനം വരുന്നു. ആക്കിഫീൻ എങ്ങനെയാണ് ഈന വന്നത്? കാനയുടെ സെക്കൻഡ് പാർട്ട് പോലെ ലല്ലയുടെ സെക്കൻഡ് പാർട്ടാണ്. മുകളിൽ പറഞ്ഞു ലല്ല വജ്ഹുഹു മുസ്വദ്ദൻ. ലല്ലയുടെ, അപ്പൊ അവിടെ എന്താണ്? ലല്ലയുടെ ഇസ്മ് വജ്ഹാണ്, അതിന് റഫ്അ കൊടുത്തു. കാനല്ലാഹു ഗഫൂറൻ പോലെ. ലല്ല വജ്ഹു, വജ്ഹിന്റെ ഹായിനാണ് കേട്ടോ. ലല്ല വജ്ഹുഹു മുസ്വദ്ദൻ എന്ന് പറഞ്ഞാൽ അടിവരയിട്ടിട്ട് നിയമം, വ്യാകരണ നിയമം എഴുതാൻ പറഞ്ഞാൽ എന്താണ്? വജ്ഹിന്റെ ഹായിന് റഫ്അ കൊടുത്തു, കാരണം അത് ലല്ലയുടെ ജിസ്മാണ്. മുസ്വദ്ദൻ നസ്ബ് ചെയ്യപ്പെട്ടു, കാരണം അത് ലല്ലയുടെ ഖബറാണ്. അസ്നാമൻ, ഞങ്ങൾ ബിംബങ്ങളെ ആരാധിക്കുന്നു. നളല്ലു ലഹ, ഞങ്ങൾ എന്ത് ചെയ്യുന്നു? ഭജനം ചെയ്യാൻ. നളല്ലു എന്ത് പറയുന്നു? ഉച്ചയ്ക്ക് ആയിത്തീർന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അതിന്റെ മുന്നിൽ ആയിരിക്കുന്നു. ഞങ്ങൾ അതിന്റെ മുന്നിൽ ആയിരിക്കുന്നു. എങ്ങനെ ആയിരിക്കുന്നു? ആക്കിഫീൻ, ഭജനം ഇരിക്കുന്നവർ. അപ്പൊ നളല്ലുവിലെ ഇസ്മ എവിടെയുണ്ട്? ശ്രദ്ധിച്ചാണ് വായിക്കുന്നത്. എവിടെ നോക്കുന്നില്ലേ നിങ്ങള്? നളല്ലൂര് വജ്ഹില്ല. നളല്ലുവിന് അകത്തുള്ള നെഹ്നുവാണ് അതിന്റെ ഇസ്മ കേട്ടോ. അപ്പൊ ലല്ല വജ്ഹു എന്നുള്ളത് ലല്ലയുടെ അകത്തുള്ള ഇസ്മ എന്താ? എടുക്കാൻ എന്താ? അവിടെ യസ്മ, അവിടെ അതിന്റെ ഫായിൽ വേറെ വന്നിട്ടുണ്ട്. അതിന്റെ ഫായിൽ വേറെ വന്നിട്ടുണ്ട്. ഫായിൽ ഇല്ലെങ്കിലാണ് നമ്മൾ അതിനകത്തുള്ള സർവനാമത്തെ ഫായിലായിട്ട് എടുക്കുന്നത്. ഇവിടെ നമ്മൾ ലല്ല കാനയുടെ സഹോദരിമാരെ കുറിച്ച് പറയുമ്പോൾ ഫായിൽ എന്ന് പറയില്ല. എന്താ പറയാ? അതിന്റെ ഇസ്മു ലല്ല എന്നാ പറയാ. ഖബർ ലല്ലയാണ് ആക്കിഫീൻ. അതുകൊണ്ട് അതിനെ ഈന കൊണ്ട് നസ്ബ് ചെയ്യപ്പെട്ടു. ഫഅല്ലഫ ബൈന ഖുലൂബിഹിം ഫഅസ്ബഹതും, നേരത്തെ നമ്മൾ പറഞ്ഞു. ഫഅല്ലഫ ബൈന ഖുലൂബിഹിം ഫഅസ്ബഹതും, അങ്ങനെ നിങ്ങൾ ആയിത്തീർന്നു. ബിനിഅമതിഹി, അവന്റെ അനുഗ്രഹത്താൽ ഇഖ്വാനൻ, സഹോദരന്മാരായിട്ട്. ഫഅസ്ബഹതും അൽ അൻതുമാണ് അതിന്റെ ഇസ്മ, അതിന്റെ ഖബർ ഇഖ്വാനനാണ്. ഔ യുസ്ബഹ മാഉഹ ഗൗറൻ, ഇവിടെ എന്തുണ്ട്? അസ്ബഹയുടെ ഇസ്മ ഏതാണ്? മാ ആണ്. ഗൗറൻ അതിന്റെ ഖബറാണ്. ഇന്ന അസ്ബഹ മാഉക്കും ഗൗറൻ ഫമൻ യഅതീകും ബിമാഇൻ മഈൻ, അവിടെ ഇത് തന്നെയാണ്. അലൈസ അല്ലാഹു ബിഅഹ്കമിൽ ഹാക്കിമീൻ, ലൈസയുടെ. അപ്പൊ അലൈസ അല്ലാഹു, ലൈസയുടെ ഇസ്മാണ്. ഏത്? അല്ലാഹ് അല്ല, ലഫ്ദുൽ ജലാലത്ത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ലൈസയുടെ ഇസ്മാണ് അല്ലാഹ് എന്ന് പറഞ്ഞാല്, അല്ലാഹ് നമ്മുടെ ഇലാഹും റബ്ബും ഒക്കെയാണ്. ലൈസയുടെ ഇസ്മാണ് അല്ലാഹ് എന്ന് പറയാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ ആദ്യമേ പറയുന്നത്, ഗ്രാമർ പറയുമ്പോൾ പ്രത്യേകിച്ചും അള്ളാന്റെ നാമം വരുമ്പോൾ പ്രത്യേകിച്ചും എന്ത് ചെയ്യണം? ഇവിടെ ലഫ്ദുൽ ജലാലത്ത് അല്ലെങ്കിൽ അള്ളാഹ് എന്ന പദം, അതാണ് അതിന്റെ ഇസ്മ്. അതിന്റെ ഖബർ ജുംലയാണ്. ബിഅഹ്കമിൽ ഹാക്കിമീൻ എന്ന ജുംലയാണ്. അതല്ലെങ്കിൽ അഹ്കം എന്താണ്? ലൈസയുടെ സെക്കൻഡ് പാർട്ടില് ബി ചേർന്ന് വരും. അതോടുകൂടി ലൈസയുടെ നിയമം എന്തായി? കാനയുടെ സഹോദരി എന്ന നിയമം ഇൻവാലിഡ് ആയി. ബി വന്നാൽ പിന്നെ കെസ് കൊടുത്തല്ലേ പറ്റുള്ളൂ. വേറെ ജെറ് കൊടുത്തേ പറ്റൂ. വേറെ ഒരു ഉപാധിയും ഇല്ല, വേറെ ഒരു ഓപ്ഷനും ഇല്ല.
അത്രയൊക്കെ പഠിച്ചാൽ നമ്മൾ കോംപ്ലിക്കേറ്റഡ് ആയി പോകും കേട്ടോ. ഇതൊക്കെ നമ്മള് കുറെ ആൾ കഴിഞ്ഞിട്ട് വരാൻ. നമ്മള് ഇനിയിപ്പോ നമ്മൾ ഇത് പഠിക്കാൻ പോയത് ബക്കറ പഠിക്കാൻ പോയത്. ബക്കറ, ആൽ ഇമ്രാൻ, നിസാ, മാഇദ എത്രയോ പഠിക്കാൻ കിടക്കുന്നു. നമ്മൾ ഫോക്കസ് ഓൺ ഖുർആൻ. ഖുർആനിൽ ഫോക്കസ് ചെയ്യുക. അതിൽ ആവശ്യമില്ലാത്ത സംഗതികളൊക്കെ ഫോക്കസ് ചെയ്താൽ നമ്മൾ അവിടെ വന്ന് കെട്ടിപ്പിണങ്ങും ചെയ്യും. ജാറ് മജറൂറാണ് എന്താ പറയാ, ഷിബ് ജുംല എന്നാണ് പറയാ. അപ്പൊ നമ്മൾ ഖുർആൻ കേൾക്കുമ്പോൾ നമ്മളെ മനസ്സിൽ ജാറ് മജറൂർ, ഷിബ് ജുംല എന്നൊക്കെ ആയിരുന്നു ഉണ്ടാവുക. ഈ മദീനക്കാര് അത് പറഞ്ഞില്ലേ സമ്മതിക്കത്തില്ലല്ലോ. അവർക്ക് അതെല്ലാം പറയണല്ലോ. അങ്ങനെ പറഞ്ഞു പറഞ്ഞൊക്കെ ഇതായിപ്പോയതാ. അതേ സമയത്ത് നമ്മൾ ചിന്തിച്ചു നോക്കി, ഇന്ന അസ്ബഹമാഉക്കും ഹോറൻ ഫമൻ യഅതീകും ബിമാഇൻ മഈൻ എന്ന് ചോദിച്ചാൽ ഇതുപോലെ ചോദ്യം വേറെ ഇല്ല. അത് ഭയങ്കര ചോദ്യമാണ്. നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാ. ആരുണ്ട് ശുദ്ധ വെള്ളം കൊണ്ട് ശുദ്ധ ജലം കൊണ്ട് തരാൻ? അല്ലേ? നമ്മൾ കുടിക്കുന്ന ബോട്ടിൽ അടച്ച വെള്ളം എല്ലാം എന്താണ്? നിർജീവമായ വെള്ളമാണ്, ഒരു ഉപയോഗമില്ലാത്ത വെള്ളമാണ്. അള്ള തന്നിരിക്കുന്ന ശുദ്ധമായ വെള്ളം, ആ മണ്ണിൽ നിന്നും വലിച്ചിറങ്ങി വരുന്ന വെള്ളം. അല്ലെ? കിണറ്റിന്റെ മുകളിൽ നമ്മൾ എന്തെല്ലാം വെള്ളം ഒഴിക്കുന്ന വേസ്റ്റ് വെള്ളങ്ങളൊക്കെ. അവസാനം അത് കറങ്ങി താഴെ പോയിട്ട് തിരിച്ചു വരുന്നത് നമുക്ക് ശുദ്ധമായ ജലമായിട്ട് കുടിക്കത്തക്ക വെള്ളമാണ്. അത് നിങ്ങൾക്ക് ആരോട് തരും എന്ന് ചോദിച്ചാൽ, ശുദ്ധജലത്തിന് വേണ്ടിയുള്ള വാറാണ് അടുത്ത വാറ്. ഇപ്പൊ ഇന്നിപ്പോ മനസ്സിലായി അല്ലേ? ഹോർമൂസ് കടലിടുക്ക് അടച്ചപ്പോഴത്തേക്ക് എല്ലാവർക്കും ഞെട്ടി. അപ്പൊ ആരോ ഒരാള് ഫേസ്ബുക്കിൽ ചോദിച്ചു, അല്ല ഫലസ്തീനുകളുടെ ആ വഴി അടച്ചില്ലേ, അത് അടച്ചപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും ഞെട്ടലുണ്ടായോ? അവിടെ എല്ലാ വഴികളും അടച്ചു, ആർക്കും ഒരു ഞെട്ടലുണ്ടായില്ല. അപ്പൊ നമ്മൾ ഗ്യാസ് വരുന്ന കടലിടുക്ക് അടച്ചപ്പോഴത്തേക്ക് ഞെട്ടലുണ്ടായി. അപ്പൊ അതേപോലെ ശുദ്ധജലം ആര് ശുദ്ധജലത്തിന് വേണ്ടിയുള്ള യുദ്ധമാണ് അടുത്ത യുദ്ധം. ഇപ്പൊ തന്നെ കേരളവും തമിഴ്നാടും യുദ്ധം തുടങ്ങി, അവകാശവാദം തുടങ്ങി. അപ്പൊ ശുദ്ധമായ ജലം ആര് കൊണ്ട് തരും? രണ്ട് സ്ഥലത്ത് ചോദിച്ചില്ലേ? രണ്ട് സ്ഥലത്ത് ചോദിച്ചായിരുന്നു. അൽ കഹബിൽ പറഞ്ഞു അല്ലേ? അതിലെ വെള്ളം വറ്റി വരണ്ടാൽ ലൻ തസ്തതിഅ ലഹു തലബ, നിനക്ക് അതിനെ കണ്ടെത്താൻ പറ്റില്ല. അപ്പൊ അവിടെയാണ് നമ്മൾ ചിന്ത പോകേണ്ടത്. ഖുർആൻ എന്ത് പറഞ്ഞു? ആ പറഞ്ഞ പോയിന്റുകൾ ഇന്നും പ്രസക്തമാണോ? അന്ന് പ്രസക്തമായതുപോലെ ഇന്നും പ്രസക്തമാണോ? ഇത് നമ്മുടെ മനസ്സിനെ മഥിക്കുന്നുണ്ടോ? നമ്മൾ പ്രബോധനം നടത്തുമ്പോൾ നമുക്ക് പറയാൻ വേണ്ടിയുള്ള ഒരുപാട് സംഗതികൾ നമുക്ക് നിന്ന് കിട്ടും. ഖുർആൻ വായിക്കുമ്പോൾ കിട്ടും നമുക്ക്. ഇന്ന് പറഞ്ഞ സംഗതികൾ ഇന്നും പ്രസക്തമാണ്. ആരുണ്ട് വെള്ളം കൊണ്ട് തരാൻ? അലൈഹിസ്സല്ലാഹു ബി അഹ്കമിൽ ഹാക്കിമീൻ, അള്ളയല്ലോ സുപ്രീം ജഡ്ജ്. അല്ലയോ അള്ള എങ്ങനത്തെ ജഡ്ജാണ്? അഹ്കമൽ ഹാക്കിമീൻ, നീതിമാനായ, ഏറ്റവും നീതിമാനായ. അഹിക്കം, ഹാക്കിം എന്ന് പറഞ്ഞാൽ നീതിമാൻ അല്ലെങ്കിൽ ന്യായാധിപൻ അല്ലെ? ഹാക്കിം ന്യായാധിപൻ. അഹിക്കം എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല ന്യായാധിപൻ. സൂപ്പർലേറ്റീവ്. സൂപ്പർലേറ്റീവ്. ഹാക്കിമീൻ, ന്യായാധിപന്മാരിൽ ഏറ്റവും നല്ല ന്യായാധിപൻ അല്ലേ? അവിടെ ആ അള്ളാഹുവിന്റെ ന്യായാധിപത്യം, അതിലാണ് എന്ത് ചെയ്യേണ്ടത്? നമ്മൾ പിടിച്ചിരിക്കേണ്ടത്. ഇപ്പോഴും പ്രസക്തമാണ് അല്ലേ? കുഞ്ഞുങ്ങളെ ഒരു കാരണമില്ലാതെ നൂറുകണക്കിന് ബോംബ് വർഷിച്ച് കൊന്നവൻ ഇപ്പൊ എന്താണ്? ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. അലൈഹിസ്സല്ലാഹു ബി അഹ്കമിൽ ഹാക്കിമീൻ. അപ്പൊ ഈ പറഞ്ഞതിന്റെ സാരാംശം എന്താണ്? ഇന്ന് ഇതുവരെ പറഞ്ഞതിന്റെ രത്ന ചുരുക്കം എന്താണ്? കാനയ്ക്ക് കുറേ സഹോദരിമാരുണ്ട്. നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് കാനയെ മാത്രമാണ്.
ലൈസ ലല്ല പോലുള്ള സംഗതികളൊക്കെ വന്നിട്ടുണ്ട്. ലൈസ ലല്ല പോലുള്ള സംഗതികളൊക്കെ വന്നിട്ടുണ്ട്. അത് നമ്മൾ പഠിക്കേണ്ടതാണ്. ഇവരുടെയൊക്കെ പേര് ഓർമ്മിച്ച് വെക്കാൻ വല്ല പോംവഴി ഉണ്ടോ എന്ന് നോക്കണം. ഇത്രയുമാണ് പറഞ്ഞത്. ഇനി കുറച്ച് സംഗതികൾ പറയാനുണ്ട്. മാദാമ. അപ്പം കാനയും സഹോദരിമാരും എന്താണ്? ക്രിയകളാണ്. ക്രിയകളുടെ രൂപഭേദങ്ങൾ വരും കേട്ടോ. ക്രിയകളാണ്, ക്രിയകളുടെ രൂപഭേദങ്ങൾ വരും. അപ്പൊ മാദാമ എങ്ങനെയാണ് രൂപഭേദം സംഭവിക്കുക? അപ്പൊ മാ എന്നത് നെഗറ്റീവുമായാണ് അല്ലേ? നെഗറ്റീവുമായാണ്. അപ്പൊ അതിനെ അങ്ങോട്ട് മാറ്റി വയ്ക്കുക. ക്രിയ രൂപഭേദം സംഭവിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയണമെങ്കിൽ ദാമ എടുക്കണം. അപ്പൊ ദാമ ദാമു, ദുംത ദുംതും എന്നാണ്. അങ്ങനെയാണ് മാദുംത എന്നത്. മാദാമ എത്ര പ്രാവശ്യം വന്നിട്ടുണ്ട്? മാദാമ 7 പ്രാവശ്യം. 7 പ്രാവശ്യം. 7 പ്രാവശ്യം. അപ്പൊ ഇത് ഇങ്ങനെ നോക്കണം കേട്ടോ. മാദാമ എന്നുള്ളത് ദാമയുടെ ക്രിയാ രൂപഭേദങ്ങളാണ് വരിക. ദാമ എന്നത് കാല പോലെയാണെങ്കിൽ കാല കാലു കുൽത്ത കുൽത്തും എന്ന് പറഞ്ഞ പോലെയാണ് ദാമ ദാമു, ദുംത ദുംതും എന്നാണ് വരിക. അപ്പോ മാദാമ എന്ന് പറഞ്ഞാൽ ഒമിൻ അഹ്ലിൽ കിതാബി, ആയത്തിന്റെ അർത്ഥം നമുക്ക് പറഞ്ഞു നോക്കാം. ഒമിൻ അഹ്ലിൽ കിതാബി, വേദക്കാരിൽ പെട്ട ചില ആൾക്കാരുണ്ട്. മൻ കേട്ടോ, മൻ ചില ആൾക്കാരുണ്ട്. ഇൻ തഅമൻഹു, നീ അവരെ വിശ്വസിച്ചാൽ, എന്നിട്ട് ബിഖിൻതാരിൻ, കിൻതാർ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, കൂമ്പാരം. ഒരു കൂമ്പാരം നാണയങ്ങൾക്ക് നീ വിശ്വസിച്ചാലും യുഅദ്ദിഹിയിലേക്ക, അത്രയും കൂമ്പാരമുള്ള നാണയങ്ങൾക്കാണ് നീ വിശ്വസിച്ചതെങ്കിലും, പണക്കൂമ്പാരത്തിനാണ് നീ അവനെ വിശ്വസിച്ചതെങ്കിൽ പോലും യുഅദ്ദിഹിയിലേക്ക, അവൻ എന്തെയും തിരിച്ചു തരും. ഒരു കൂമ്പാരം, മലവാരം എന്നൊക്കെ പറയാം. അത്രയും പണത്തിന് നീ ഒരുത്തിനെ വിശ്വസിച്ചാൽ അവരൊരുത്തർ തിരിച്ചു തരുന്നവർ അവരിലുണ്ട്, വേദക്കാരിലുണ്ട്. വമിൻഹും, അവരിലുണ്ട്, മൻ ചിലർ, ഒരുവനോ ചിലരോ ആയിക്കോട്ടെ. ഇൻ തഅമൻഹും ബിദീനാരിൻ, ഒരു ദീനാരിന് വിശ്വസിച്ചാലും ലാ യുഅദ്ദിഹി ഇലൈക, ഒരു ദീനാറാണെങ്കിൽ പോലും അവൻ നിനക്ക് തിരിച്ചു തരില്ല. അങ്ങനത്തെവരും അവരിലുണ്ട്. ഇല്ല മാദുംത, മാദുംത എന്ന് പറഞ്ഞാൽ നീ ആയിക്കൊണ്ടിരുന്നാൽ അല്ലാതെ. അപ്പം ദാമ എന്ന് പറഞ്ഞാൽ മാറി, മാദുംത മാറിയില്ല, അതിനാണ് മാദാമ. മാദാമ ഒരുമിച്ചാണ് അർത്ഥം പറയേണ്ടത് കേട്ടോ. മാ വേറെ ദാമ വേറെ അല്ല. ഞാൻ അതിന്റെ ക്രിയാ രൂപഭേദം മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് മാ മാറ്റിയിട്ട് അർത്ഥം പറഞ്ഞത്. അപ്പൊ മാദാമ ഒരുമിച്ച് അർത്ഥം മനസ്സിലാക്കണം. മാദാമ എന്ന് പറഞ്ഞാൽ ആയിക്കൊണ്ടേയിരുന്നു, കീപ്പ് ഓൺ. ഇല്ലാമദുംത അലൈഹി ഖായിമൻ, നീ അതിൽ മെനക്കെട്ട് ചോദിച്ചാലല്ലാതെ, നീ അതിന്റെ മേൽ മെനക്കെട്ട് നിന്നുകൊണ്ടേയിരുന്നാൽ, നിന്നിട്ട് എന്തില്ല, മാറിയില്ല. മാതുംത എന്ന് പറഞ്ഞാൽ ആയിക്കൊണ്ടേയിരുന്നു, നിന്നുകൊണ്ടേയിരുന്നു. നീ അത് മെനക്കെട്ട് നിന്ന് ചോദിച്ചാലല്ലാതെ ഒരു ദീനാറാണെങ്കിൽ പോലും തരാത്തവനും അവരിലുണ്ട്. അപ്പോ ഇല്ല ഒഴികെ, മാദുംത അലൈഹി ഖായിമൻ, നീ അതിൽ നിന്നുകൊണ്ടേയിരുന്നു, ആ വിഷയത്തിൽ നീ
നിന്നുകൊണ്ടേയിരുന്നു എന്ന് പറഞ്ഞാൽ മെനക്കെട്ട് നിന്ന് ചോദിച്ചു കൊണ്ടേയിരുന്നു എന്നാണ്. അപ്പൊ മാദാമ അർത്ഥം പറയുമ്പോൾ നമുക്ക് പ്രത്യക്ഷത്തിൽ എന്തല്ല, നെഗറ്റീവ് അല്ല, മറിച്ച് എന്താണ്? നെഗറ്റീവ് അല്ല. ആ മാദാമ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ്. ആയിക്കൊണ്ടേയിരുന്നു, അവസ്ഥ മാറിയില്ല. അവസ്ഥ മാറിയില്ല എന്നാണ് പ്രയോഗത്തിൽ അർത്ഥം പറയുമ്പോൾ. മാദുംത എന്ന് പറഞ്ഞാൽ യു കെപ്റ്റ് ഓൺ എന്നാണ് കേട്ടാ. അതേപോലെ ഖാലു യാ മൂസ ഇന്നാ ലൻ നദ്ഖുലഹ അബദൻ. മൂസ നബി അലൈഹി സ്വലാം ഇസ്രായേലിയരോട് പറഞ്ഞു, നിങ്ങൾക്ക് അല്ലാഹ് ഈ ഭൂമി വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്, എന്ത് ചെയ്യണം, നിങ്ങൾ അവിടെ പ്രവേശിച്ചോളി എന്ന് പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു അവിടെ മല്ലന്മാരായ കുറെ ആൾക്കാരുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ അതിലൂടെ കയറൂല, അവര് അവിടെ നിന്ന് പോയാൽ ഞങ്ങൾ അവിടേക്ക് പ്രവേശിക്കാന്ന് പറഞ്ഞു. എന്നിട്ട് അവസാനം ചില നല്ല ആൾക്കാരൊക്കെ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ അതിനകത്തോളം കയറിക്കോളി, നിങ്ങൾ കയറിയാൽ അവർ മറ്റേ വഴി പൊയ്ക്കോളും എന്നൊക്കെ പറഞ്ഞു നോക്കി. അവരതും കേട്ടില്ല. അവസാനം മൂസ നബിയോട് അവർ പറയുകയാണ്, യാ മൂസ, അല്ലയോ മൂസ, ഇന്ന ലൻ നദ്ഖുലഹ, ഞങ്ങൾ ആ പട്ടണത്തിൽ പ്രവേശിക്കില്ല അബദൻ, സ്ഥിരമായി. ഒരിക്കലും. ഒരിക്കലും. നെവർ എവർ. മാദാമു, അവർ ആയിക്കൊണ്ടിരിക്കുന്നിടത്തോളം കാലം. മാദാമു, അവർ ആയിക്കൊണ്ടിരിക്കുന്നിടത്തോളം കാലം. ഫിഹ, അതിൽ, ആ പട്ടണത്തിൽ അവർ ഉണ്ടായിരിക്കുന്നിടത്തോളം കാലം ഞങ്ങൾ പ്രവേശിക്കുകയില്ല, ഒരിക്കലും അതിൽ പ്രവേശിക്കുകയില്ല. ഇത് അൻത റബ്ബുക ഫഖാതില ഇന്ന ഹാഹുന ഖാഇദുൻ. നീ നിന്റെ റബ്ബും വേണമെങ്കിൽ പോയി യുദ്ധം ചെയ്തോ. ഇന്ന ഹാഹുന ഖാഇദുൻ, ഞങ്ങൾ ഇവിടെ ഇരിക്കുകയാണ്, കുത്തിയിരിക്കുകയാണ്. അപ്പൊ മാതാമയുടെ അർത്ഥം മനസ്സിലായോ? ഇല്ലാ മാദുംത എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞത് ഇല്ലാ മാദുംത, നീ ആയിക്കൊണ്ടിരുന്നാലല്ലാതെ. അതേപോലെ മാദാമു ഫിഹ, അവർ ആയിരിക്കുന്നിടത്തോളം കാലം, അല്ലെ, ആ പട്ടണത്തിൽ ആയിരിക്കുന്നിടത്തോളം കാലം. അതേപോലെ അലൈക്കും സ്വൈദുൽ ബർരി മാ ദുംതും ഹുറുമാ. അലൈക്കും സ്വൈദുൽ ബർരി, നിങ്ങൾ എന്ത് ചെയ്യരുത്, വേട്ട നടത്തരുത്, ഹണ്ടിങ് നിങ്ങൾക്ക് എന്ത് ചെയ്തിരിക്കുന്നു, ഹറാമാക്കിയിരിക്കുന്നു. എപ്പോൾ? ഹുർരിമ അലൈക്കും സ്വൈദുൽ ബർരി, കരയിലെ വേട്ട നിങ്ങൾക്ക് ഹറാമാക്കിയിരിക്കുന്നു. മാ ദുംതും, നിങ്ങൾ ആയിരിക്കുന്നിടത്തോളം കാലം. എന്തായിരിക്കുന്നിടത്തോളം കാലം? ഹുറുമൻ, ഇഹ്റാം ചെയ്തവർ. ഇഹ്റാമിൽ പ്രവേശിച്ചു. ഇഹ്റാമിൽ പ്രവേശിച്ചവർ, ഹജ്ജിനോ ഉംറയ്ക്കോ ഇഹ്റാമിൽ പ്രവേശിച്ചവർ ആണ് ഹുറുമൻ. അതൊക്കെ നിങ്ങളെ പരിഭാഷയിൽ എഴുതിയാണ്. മാദുംതയുടെ അർത്ഥം ഞാൻ എന്താ പറഞ്ഞത്? ആയിരിക്കുന്നിടത്തോളം കാലം. ദയവേത് നിങ്ങളെ പരിഭാഷയുടെ വാക്കുകൾ പറയില്ലേ, നമുക്ക് അർത്ഥം ആശയം കിട്ടൂല, ലഫ്ളിന്റെ ആശയം കിട്ടൂല. ഞാൻ പരിഭാഷ കുറച്ചേ വായിക്കുള്ളൂ, ഇത് പഠിപ്പിക്കാൻ തുടങ്ങിയ ശേഷം പ്രത്യേകിച്ചും. കാരണം നമുക്ക് ഇതിലുള്ള ആ വാക്കർത്ഥം കൃത്യമായിട്ട് നമുക്ക് കിട്ടിയെങ്കിൽ മാത്രമേ ഇതിന്റെ ഇൻഫ്ലുവൻസ് അനുസരിച്ചുള്ള മീനിങ് നമുക്ക് കിട്ടുള്ളൂ. നിലവിലുള്ള പരിഭാഷകളുടെ അധികവും ഭാഷ അറിയാത്തവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയുള്ളതാണ്. ആണോ അല്ലേ? പണ്ട് CN അഹമ്മദ് മൗലവിയൊക്കെ എഴുതിയപ്പോഴത്തേക്ക് ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് ഉള്ള പരിഭാഷ CN അഹമ്മദിയുടെ പരിഭാഷ കറക്റ്റായിട്ട് മനസ്സിലാവും. വാക്കർത്ഥം ഇങ്ങനെ എടുത്തു വെച്ച് പറയുന്നത്. അപ്പോഴ് ജനങ്ങൾക്ക് തന്നെ എന്താ വിമർശനമായി, ഇത് ഒരു മുസ്ലിം അല്ലാത്ത ആൾ വായിച്ച എന്ത് മനസ്സിലാകും ഖുർആനെ കുറിച്ച്. അപ്പൊ അവർക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ്, ബഹുജനങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് അധിക പരിഭാഷകളും മലയാള ഭാഷാ ശൈലിയിലെ എന്താ പറയാ
നല്ല സംസ്കൃതമായ സമ്പന്നമായ ഭാഷ ഉപയോഗിക്കും. നല്ല ഉത്കൃഷ്ട ഭാഷ, ഉത്തമ മലയാളമൊക്കെ ഉപയോഗിക്കും. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും? അറബി ഭാഷയുടെ ശൈലിയിൽ നിന്നും വ്യത്യാസം. വ്യത്യസ്തം. നമുക്ക് മാതാമയുടെ അർത്ഥം മനസ്സിലാകാൻ വേണ്ടിയാണ് അതിന്റെ വാക്കത്ത് അങ്ങനെ തന്നെ പറയാം. പിന്നെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ എപ്പോഴും അർത്ഥം പറഞ്ഞുകൊണ്ടിരിക്കേണ്ട അല്ലേ? മാതും എന്ന് പറയാൻ മനസ്സിലായി, ആയിക്കൊണ്ടിരിക്കുന്നത്തോളം മാതാമു ഫിഹ. ഇവിടെ പ്രത്യേകിച്ചും മാതാമു എന്ന് പറഞ്ഞാൽ അവരായിക്കൊണ്ടിരിക്കുന്നിടത്തോളം കാലം. അപ്പൊ അത് ഞങ്ങൾ ഒരിക്കലും അവിടെ പ്രവേശിക്കില്ല. ഓക്കെ. ഹുരിമാലയ്ക്കും സൈദുൽ ബർരി മാ ദുംതും ഹുറുമ. അപ്പൊ നിങ്ങൾ ഇഹ്റാമിൽ ആയിരിക്കുന്നിടത്തോളം കാലം എന്താണ്? ഹുരിമാലയ്ക്കും നിങ്ങൾക്ക് ഇഹ്റാം നിങ്ങൾക്ക് നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു. എന്ത്? സൈദുൽ ബർരി, കരയിലെ വേട്ട. കരയിലെ വേട്ട. അപ്പൊ കരയിലെ വേട്ട എന്ന് പറയാൻ കാര്യം എന്താ? കടലിലെ വേട്ട അനുവദനീയമാണ്. കടലിലെ വേട്ട എന്താ? മത്സ്യങ്ങൾ. മത്സ്യത്തെ പിടിക്കുമല്ലോ. മത്സ്യത്തൊക്കെ പിടിച്ചു തിന്നോ, കുഴപ്പമില്ല. പക്ഷെ അല്ലാത്ത മൃഗങ്ങളെയൊന്നും വേട്ടയാടാൻ പാടില്ല. മൃഗങ്ങളെയൊന്നും, കരയിലെ മൃഗങ്ങളെയൊന്നും വേട്ടയാടാൻ പാടില്ല. അപ്പൊ അതാണ് മാതാമ. وكنت عليهم شهيدا ما دمت فيهم. എന്തായിരിക്കും എന്റെ അർത്ഥം? ഇപ്പൊ മാതാമ എല്ലാം ഞാൻ ഇവിടെ കെടുത്തി കൊടുത്തിട്ടുണ്ട്. 7 മാതാമയല്ലേ ഉള്ളത്? ഇപ്പൊ 2 എണ്ണം കഴിഞ്ഞ് 3-ാമത്തെ. അപ്പൊ കുന്തു അലൈഹിം ഷഹീദൻ മാ ദുംതു ഫീഹിം എന്ന് പറയുമ്പോൾ എന്താ അർത്ഥം? ഞങ്ങൾ അവർക്ക് സാക്ഷിയായി നിൽക്കുന്നു. ഇവിടെ ആയിരിക്കാൻ പറയാൻ പറ്റുമോ? മാ ദുംതു ഫീഹിം, ഞാൻ അവരിൽ ഉണ്ടായിരുന്നിടത്തോളം കാലം. കുന്തു അലൈഹിം ഷഹീദൻ, ഞാൻ അവരിൽ സാക്ഷിയാണ്. അതിലായിരുന്നു, ഞാൻ അവരിൽ സാക്ഷിയായിരുന്നു. മാ ദുംതു ഫീഹിം, ഞാൻ അവരിൽ ഉണ്ടായിരുന്നിടത്തോളം കാലം. فأما الذين شقوا ففي النار لهم فيها زفير وشهيق خالدين فيها. ആ നരകത്തിൽ അവരെന്തായിരിക്കും? ഖാലിദീൻ, ശാശ്വതവാസികളായിരിക്കും. എന്താ എന്റെ അർത്ഥം? ആകാശഭൂമികൾ ഉള്ളിടത്തോളം, ആകാശഭൂമികൾ ഉള്ളിടത്തോളം കാലം, ആകാശഭൂമികൾ നിലവിലുള്ളിടത്തോളം കാലം അവര് നരകത്തിൽ ശാശ്വതവാസികൾ. ഇല്ല മാഷാ റബ്ബുക ഇന്ന റബ്ബക ഫഅാലിൻ ലിമാ യുരീദ്, അത് നമ്മളെ വിഷയമല്ല. വഅമ്മല്ലദീന സുഇദു സൗഭാഗ്യവാന്മാർ ഫഫിൽ ജന്നത്തി ഖാലിദീന ഫീഹാ, അവര് എന്തായിരിക്കും? സ്വർഗത്തിൽ ശാശ്വതവാസികളായിരിക്കും. മാ ദാമത്തിസ് സമാവാതു വൽ അർദ്, ആകാശഭൂമികളും ഉള്ളിടത്തോളം കാലം. ഈ 2-3 തന്നെ 2 പ്രാവശ്യം മാതാമ വന്നു. തൊട്ട് മുമ്പ് ഒരു മാതാമ, അങ്ങനെ 2, 1, 3. നേരത്തെ പറഞ്ഞു 2, 5. ജാലനി മുബാറക്കൻ ജാലനി മുബാറക്കൻ. അപ്പൊ ആര് പറഞ്ഞാല്? പറഞ്ഞതാണ്. ഞങ്ങളാക്കണം, ഞങ്ങളാക്കണോ? ഞങ്ങളെ നിങ്ങൾ അനുഗ്രഹിക്കണം. അനുഗ്രഹിക്കണമെന്നാ? ഇതെന്താ റിക്വസ്റ്റ് ആണോ? ജാല എന്ന് പറഞ്ഞ റിക്വസ്റ്റ് ആണോ? ആക്കിയെന്നല്ലേ? ഞങ്ങളാക്കണം. നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത്, നിങ്ങൾ പരിഭാഷ വായിച്ചതിലാണ് ഫോക്കസ് ചെയ്യുന്നത്. ഭാഷയിൽ ചിന്തിക്കുന്നില്ല. ഭാഷയിൽ ചിന്തിക്കുക. നീ എന്നെ ആക്കണേന്നല്ലേ? നീ ഞങ്ങളെ ആക്കി. അതാണ് നിങ്ങളെല്ലാം ചിന്തിക്കുന്നത്. നിങ്ങൾ എന്താണ്? നിങ്ങൾ പരിഭാഷ വായിച്ചാണ് ചിന്തിക്കുന്നത്. ജഅല, നിങ്ങൾ വാക്കിൽ ചിന്തിക്കൂ. അവനാക്കി, അവനാക്കി. നീ, ഞങ്ങളെ.
എന്നെ ഞങ്ങള് എന്നെ 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 ആ മുബാറക്കൻ, അവൻ എന്നെ പരിശുദ്ധനാക്കി. അനുഗ്രഹീതമാക്കി. അയിനമാ കുന്തു, അനുഗ്രഹീതനാക്കി. അയിനമാ ഞാൻ കുന്തു. എവിടെയാണെങ്കിലും ആ ഞാൻ എവിടെയാണെങ്കിലും ഔസാനി ബിസ്സലാത്തി വസ്സകാത്തി മാ ദുംതു ഹയ്യ. ഞാൻ ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം എന്ത് വേണം? ഇന്ന കാലം സലാത്തും സക്കാത്തും നിർവഹിക്കണം. ആ അവസാനം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഞാൻ അല്ല ജീവിച്ചിരുന്നിടത്തോളം അവസാനം എന്ന് കാലം. പറഞ്ഞാൽ സക്കാത്താ? അല്ല സക്കാത്തി പിന്നെ ഔസാനി നിങ്ങൾ അഞ്ഞാമൊക്കെ പഠിച്ചിട്ട് വീണ്ടും എന്താ അവസാനി പിന്നെ സക്കാത്ത് എന്ന് പറയുന്നത്? ഔസാനി അവസാനം എന്ന് പറഞ്ഞാല് എന്ത് ചെയ്തു? വസിയ്യത്ത് ചെയ്തു. വസിയ്യത്ത് ഉണ്ടല്ലോ. അതെ ഔസ എന്ന് പറഞ്ഞാൽ അള്ളാഹ് അനുശാസിച്ചു എന്നാണ്. ഔസ എന്ന് ഖുർആൻ ഉപയോഗിച്ചിരിക്കുന്നത്. വസായും ഔസായും ഖുർആൻ ഉപയോഗിച്ചിരിക്കുന്നത് എന്നോട് അനുശാസിച്ചു അല്ലെങ്കിൽ കൽപ്പിച്ചു എന്ന അർത്ഥത്തിലാണ് ഖുർആൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഔസാനി നമ്മൾ ഔസ എന്ന് പറഞ്ഞാൽ ഉപദേശിച്ചു എന്ന അർത്ഥമുണ്ട്. ഔസ അഡ്വൈസ് എന്ന അർത്ഥമുണ്ട്. അതേസമയം ഖുർആൻ ഉപയോഗിച്ചിരിക്കുന്നത് ഔസ എന്ന് പറഞ്ഞാൽ അനുശാസിച്ചിരിക്കുന്നു അല്ലെങ്കിൽ കൽപ്പിച്ചിരിക്കുന്നു എന്ന അർത്ഥമില്ല. വസാബിഹ ഇബ്രാഹിമും ബനീഹി. അപ്പം അന്ത്യശാസനമായി നൽകി എന്നാണ്, അല്ലെങ്കിൽ അന്തിമോപദേശമായി നൽകി. അപ്പം അതിൽ നിന്ന് മാറാവുന്ന ഉപദേശമല്ല. വസിയത്ത് നൽകിയാൽ അതിൽ നിന്ന് മാറാൻ പറ്റുമോ? വസിയത്ത് ഉണ്ടല്ലോ, വസിയത്ത് എഴുതിയാൽ അതിൽ നിന്ന് മാറാൻ പറ്റുമോ? മാറാൻ പറ്റില്ല. ഇല്ല. അതേപോലെയാണ് ഔസായും വസായും ഉപയോഗിക്കുന്നത്. എന്താണ്? അനുശാസിച്ചു എന്നർത്ഥം. ഔസാനി ബിസ്വലാത്തി വസ്സകാത്തി മാ ദുംതു ഹയ്യ. അപ്പൊ സക്കാത്തും എന്ത് ചെയ്യണം? ജീവിച്ചിരിക്കുന്നവരുടെ കാലം സക്കാത്തും കൊടുക്കണമെന്ന് വന്നില്ലേ? ജീവൻ ഉണ്ടെങ്കിൽ നമസ്കരിക്കുകയും വേണം, സക്കാത്ത് കൊടുക്കുകയും. അപ്പൊ കാശില്ലെങ്കിലാ? ഔസായുടെ കൂടെ ഔസായുടെ കൊടുക്കണം എന്ന് പറഞ്ഞു. ഞങ്ങൾ ഇത് സ്കിപ്പ് ചെയ്യാൻ പറ്റും. ആ അതെപ്പോഴാ പറഞ്ഞത്? ഇഷ്ടമുണ്ടെങ്കിൽ കൊടുത്താൽ മതി പറഞ്ഞു. അപ്പോ വാ പറഞ്ഞാല് ഉണ്ടെങ്കിൽ കൊടുക്കണം. എന്തെങ്കിലും കൊടുക്കണമെന്നാ? ഔസായുടെ കൂടെ എന്തെങ്കിലും കൊടുക്കാന്നുള്ള ഓപ്ഷൻ ഒന്നും ഇവിടെ പറഞ്ഞില്ല. ഇവിടെ എന്തായാലും പറഞ്ഞിട്ടില്ല ഉണ്ടെങ്കിൽ കൊടുക്കാൻ. കാരണം ഇവിടെ അനുശാസിച്ചിരിക്കുന്നു ബിസ്വലാത്തി, സ്വലാത്ത് കൊണ്ട് അനുശാസിച്ചിരിക്കുന്നു. വസ് സക്കാത്തി, സക്കാത്ത് കൊണ്ടും അനുശാസിച്ചിരിക്കുന്നു. എപ്പോഴും അതും ഹയ്യ ഉണ്ടെങ്കിലൊന്നും പറയാനുള്ള ചാൻസ് ഒന്നും കൊടുത്തില്ല. ജീവനുള്ളിടത്തോളം കാലം, ഞാൻ ജീവിക്കുന്നിടത്തോളം കാലം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണോ ഉള്ളത് അത് കൊടുക്കാനാ പറഞ്ഞത്. മിച്ചമുള്ളതിനെ കുറിച്ചൊന്നും അല്ല വിഷയം ഇവിടെ. ഇവിടെ ഈ ആയത്ത് എവിടെ അവതരിച്ചതാ? മക്കയിൽ അവതരിച്ചതാ. മക്കയിൽ അവതരിച്ചതാ. അപ്പൊ എന്ത് ചെയ്തിട്ടില്ല? സക്കാത്ത് നിർബന്ധമാക്കിയിട്ടില്ല. ഇവിടെ ഉള്ളത് കൊടുക്കുന്ന കാര്യമാണ് പറഞ്ഞത്. അല്ല എന്റെ കയ്യിലുള്ളത് എനിക്ക് മാത്രം ഉപയോഗിക്കാനുള്ളതല്ല, മറ്റുള്ളവർക്ക് കൂടെ കൊടുക്കാനുള്ളതാണ്. അതാണ്. അവസാന ബിസ്വലാത്തി വസ്സകാത്തി മാതുംതു ഹയ്യ. നമ്മളെ വിഷയം മാതുംതു ആണ് കേട്ടോ. മാതുംതു ഞാൻ ആയിരിക്കുന്നിടത്തോളം കാലം. എന്തായിരിക്കുന്നിടത്തോളം കാലം? ഹയ്യൻ. നമ്മള് മാതാമയുടെ വിഷയമൊക്കെ അങ്ങ് പോയി. ഇവിടെ അല്ല അർത്ഥം പറഞ്ഞു പോയ. ഇവിടെ കുന്തു അലൈഹിം ഷഹീദൻ മാതുംതു ഫീഹിം എന്നിടത്ത് മാതുംതു കഴിഞ്ഞിട്ട് നേരത്തെ ആരോ പറഞ്ഞ പോലെ പിന്നെ ജാർ മജ്റൂർ ഷിബിഹ് ജുംലയാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് പിന്നെ അവിടെ വേറെ വിഷയമൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. സെക്കൻഡ് പാർട്ടിനെ കുറിച്ച് നമുക്ക് കാണാൻ പറ്റുന്നില്ല. മാതുംതു ഞാനായിരിക്കുന്നിടത്തോളം കാലം കേട്ടോ. ഇസ്മ മാത്രമേ കാണാൻ പറ്റുള്ളൂ. പിന്നുള്ളത് അമലദിൻ ഷക്കൂ പിന്നെ മാതാമത്തി സമാവാത്തു വല്ലർദു. അവിടെയും എന്തില്ല? മാതാമത്തി സമാവാത്തു വല്ലർദു. ഖബർ വരുന്നില്ല. ഖബർ ഉള്ള രീതിയിലല്ല. ഞാൻ പറയുന്ന വിഷയം മാറിപ്പോല്ലേ? ഇപ്പൊ പറയുന്നത് അതിന്റെ ഗ്രാമർ നിയമമാണ്. നേരത്തെ അതിന്റെ അർത്ഥം. ഇപ്പൊ മാതാമത്തി സമാവാത്തു,
അപ്പൊ മാദാമയുടെ ഇസ്മ ഏതാണ്? സമാവത്ത് എന്തുകൊണ്ടാണ് റഫ് എന്നത്? അതിന്റെ ഇസ്മ ദാമായതുകൊണ്ട് ആ മാദാമ. ദാമ എന്ന് പറയുന്നത് കേട്ടോ, ദാമത്തോ മാദാമ. ദാമത്തല്ല, മാദാമ. മാതാമത്ത്. ദാമ. മാതാമത്ത്. മാദാമ എന്നാണ് അതിന് പറയേണ്ടത്. ഓക്കെ ഓക്കെ. ദാമ എന്ന് പറയാൻ പാടില്ല. ദാമ എടുക്കാൻ കാരണം എന്താണ്? അതിന്റെ ക്രിയാരൂപഭേദം അറിയണമെങ്കിൽ ദാമ എടുത്തേ പറ്റുള്ളൂ. അപ്പൊ ദാമ ദാമു ദുംത ദുംതും എന്ന് പറയണം. പക്ഷെ മാ ചേർന്നിട്ടേ വരുള്ളത്. എപ്പോഴും ഈ കാനയുടെ സഹോദരിയായ മാദാമ ബാമരിഹ മാൻഫക്ക മാ ഫത്തിഹ, നേരത്തെ പറഞ്ഞില്ലേ മാ ചേർന്ന് ദിൽ അർബ എന്ന് പറഞ്ഞ 4 എണ്ണത്തിന് ഈ നെഗറ്റീവ് മാ ചേർന്നിട്ടേ വരുള്ളൂ. മാസാല മാ ഫത്തിഹ മൻഫക്ക മാ ബരിഹ, ഇത് 4 എണ്ണത്തിന് മാ ചേർന്നേ വരുള്ളൂ. അപ്പൊ നമ്മള് ജാല അല്ല പറയേണ്ടത്, മാസാല എന്നാണ് പറയേണ്ടത്. അതേപോലെ മാ ഫത്തിഹ എന്ന് അങ്ങനെ ഒരുമിച്ചേ പറയാവൂ. മാദാമ മാദാമ എന്ന് പറയാവൂ. മാ വിട്ടിട്ട് ദാമ പറയാൻ പറ്റില്ല. ഓക്കെ. അപ്പൊ മാദാമത്തി സമാവാത്തു എന്നുള്ളത് മാദാമയുടെ ഇസ്മാണെന്ത്? സമാവാത്ത് അല്ലല്ല, സമാവാത്ത്. അപ്പൊ അർത്ഥം എന്താണ്? അർത്ഥം എന്താണ്? അതിനെ മാത്തൂഫ് ചെയ്യാൻ പറ്റില്ലേ സമാവാത്തിലേക്ക്? അത് അത്തുഫ് ചെയ്തതാണ്. ഇത് അത് മാത്തൂഫ് മറ്റതാണ്. അത് എവിടെയാണ് ഈ കിതാബ് കോതി പഠിച്ചത്? ഇസ്മിലെ അല്ല, ഇസ്മിലേക്ക് മാത്തൂഫ് ചെയ്യുമ്പോ രണ്ടും രണ്ടും ഫായിലായിട്ട് പറയാൻ പറ്റില്ല. പറ്റില്ല. രണ്ടും ഫായിലായിട്ട് പറയാൻ പറ്റില്ല. പറയുന്നത് എന്താണ്? മാദാമയുടെ ഫായില് സമാവാത്ത, ഫായിലല്ലെന്നല്ല, ഇതില് എന്താണ് ഇസ്മെന്നാ പറയാ. കാനയുടെ സഹോദരിമാര് പറയുമ്പോ അതിന്റെ ഫായില എന്നല്ല പറയുക, അതിന്റെ ഇസ്മെന്നാ പറയാ. അപ്പൊ അതിന്റെ ഇസ്മ എന്താണ്? സമാവാത്താണ്. വൽ അർളു എന്ന് പറയുമ്പോൾ അർളിനെ സമാവാത്തിലേക്ക് ഇലാഫത്ത് ചെയ്തത് കൊണ്ട് സമാവാത്തിന്റെ നിയമം ഇതിലും അത്തുഫ് ചെയ്യണം. ഇലാഫത്തല്ല, സോറി, നേരത്തെ എന്തോ ഇലാഫത്ത് പറഞ്ഞെന്ന് തോന്നുന്നു. അത്തുഫാണ്. അത്തുഫ് ചെയ്തത് കൊണ്ട് അല്ലെങ്കിൽ ബന്ധപ്പെടുത്തിയത് കൊണ്ട് ഇതിന്റെ നിയമം അതിനും അല്ല, അതിന്റെ നിയമം ഇതിനും ബാധകമായി. സമാവാത്തിന് റഫ് കിട്ടിയ അതേ കാരണം അർളിനും, അത് കാരണം അർളിനും കിട്ടി. കാരണം ഇതിനെ മറ്റേലേക്ക് അത്തുഫ് ചെയ്തത് കൊണ്ട്. ഓക്കെ. അപ്പൊ സമാവാത്ത് അർളും ഇവിടെയും സമാവാത്ത് എന്താണ്? രണ്ടാമത്തേലും നാലാമത്തെ സമാവാത്താണ് അതിന്റെ ഇസ്മ. ഇവിടെ എന്തുണ്ട്? ജാലനി മുബാറക്കൻ ഐനമാ കുന്തു ഔസാനി ബിസ്സലാത്തി വസ്സകാത്തി മാ ദുംതു ഹയ്യ. അപ്പം മാ ദുംതുവിലെ എന്താണ് അതിന്റെ ഇസ്മ, എന്താണ് ഖബർ? ഇസ്മ അന ഹയ്യ ഖബർ. മാ ദുംതുവിനകത്തുള്ള അതിനെയാണ് ഇസ്മ ഹയ്യൻ ഖബറാണ്. ഓക്കെ. മാദാമ വന്നതുപോലെ തന്നെ നമുക്ക് നെഗറ്റീവായിട്ട് തോന്നുന്നെങ്കിലും മാസാലയും അതേപോലെ തന്നെയാണ്. മാസാല എന്ന് പറഞ്ഞാൽ ആയിക്കൊണ്ടേയിരുന്നു, നീങ്ങിയില്ല. അപ്പൊ മാസാല പറയുമ്പോഴും മാദാമ പറയുമ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. മാ വരുന്നത് പാസ്റ്റ് ടെൻസിനോടൊപ്പമാണ്. അത് ഫ്യൂച്ചർ ടെൻസിലാകുമ്പോൾ, മുളാരി ആകുമ്പോൾ എന്ത് വരും? ലായായിരിക്കും വരിക. ലായായിരിക്കും വരിക. നമ്മൾ ഹദീസിൽ വായിച്ചിട്ടുണ്ടാകും മാസാല ജിബ്രീലു യൂസിനി ബിൽ ജാർ, അല്ലെ? മാസാല ജിബ്രീൽ അലൈഹിസ്സലാം യൂസിനി എന്ത് ചെയ്തിരുന്നു? എന്നോട് ഉപദേശിച്ചുകൊണ്ടേയിരുന്നു. ബിൽ ജാർ, അയൽവാസിയെ കുറിച്ച്. അപ്പൊ എന്താണ്? അവിടെ മാസാലയാണ്. മാളി വരുമ്പോൾ മായാണ് വരുന്നത്. ഇവിടെ എന്ത് പറഞ്ഞു? വലാ യസാലൂന യുഖാത്തിലൂനക്കും. എന്തായിരിക്കും അർത്ഥം? യുഖാത്തിലൂനക്കും, അവർ നിങ്ങളോട് യുദ്ധം ചെയ്തുകൊണ്ട്. എന്താണ് കൊണ്ടിരിക്കുന്ന
ഇതുകൊണ്ടേ കോയ സാഹിബ് എന്താ പറഞ്ഞേ? അവർ നിങ്ങളുമായിട്ട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കേ ഈ കെ എവിടെ നിന്ന് കിട്ടി നിങ്ങൾക്ക്? ഉണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞു കെ വേണ്ട. കൊണ്ടിരിക്കും. ആ ആയിക്കൊണ്ടിരിക്കും. യുദ്ധം യുക്കാത്തിലൂനക്കും അവർ നിങ്ങളോട് യുദ്ധം ചെയ്തുകൊണ്ടേയിരിക്കും. They will keep on fighting with you. ആരാണ്? അഖില കിതാബുകാരി കേട്ടാ. ഹത്ത യറുദ്ദൂക്കും ദീനിക്കും, നിങ്ങളെ ദീനിൽ നിന്ന് അവരെ പുറമെ കൊണ്ടുവരുന്നവരെ, തിരിച്ചു വരുന്നവരെ. മടങ്ങി വരുന്നവരെ. നേരെ പറയും, നേരെ നോക്കിട്ട് നേരെ അവരുടെ ദീനിലേക്ക് മടങ്ങുന്നവരെ. നിങ്ങൾ അവരുടെ ദീനിലേക്ക് മടങ്ങും. മടങ്ങുന്നത് വരെ. ഓരോ വാക്കും നേരെ നോക്കിട്ട് പറയണം. ഹത്ത അൻടിൽ വരെ. ലിസൺ. നിങ്ങൾക്ക് പറയാനുള്ള സമയം കഴിഞ്ഞു. നിങ്ങൾക്ക് പറയാനുള്ള സമയം കഴിഞ്ഞു. തിരിച്ചു വരാന്നാ? മടങ്ങുക. ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? മടങ്ങി എന്ന് പറഞ്ഞിട്ട് കൊം വന്നിട്ടുണ്ട്. കൊം മഫ്ഊലുൻ ബിഹി വന്നിട്ടുണ്ട്. അപ്പൊ മടക്കുക എന്ന് വരും. മടക്കുക എന്നാണ്. യറുദ്ദൂക്കും, നിങ്ങളെ മടക്കിക്കൊണ്ടുവരുന്നവരെ. നിങ്ങൾ എന്നല്ല, നിങ്ങൾ പറഞ്ഞ, ഞാൻ പറയുന്നത് കേൾക്ക്. നിങ്ങൾ പറയുന്ന സമയം കഴിഞ്ഞ് ആദ്യം നിങ്ങളോട് ചോദിച്ചു, പിന്നെ അന്നേരം നിങ്ങളൊന്നും പറഞ്ഞില്ല. യറുദ്ദൂന് ശേഷം മഫ്ഊലുൻ ബിഹി വന്നാൽ അതിന്റെ അർത്ഥം മടക്കുന്നു എന്നാണ് കേട്ടാ. മടക്കുന്നു. അപ്പം ഹത്ത യറുദ്ദൂന എന്ന് പറഞ്ഞാൽ അവർ മടക്കുന്നു. കോം നിങ്ങളെ കേട്ടാ. ഹത്ത വന്നുകൊണ്ട് യറുദ്ദൂനയുടെ നാ പോവും. ഹത്ത യറുദ്ദൂക്കും, നിങ്ങളെ മടക്കി കൊണ്ടുവരുന്നവരെ അവർ ഫൈറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അൻ ദീനിക്കും, നിങ്ങളുടെ ദീനിൽ നിന്നും, നിങ്ങളെ മടക്കി അയക്കുന്നത് വരെ അവർ നിങ്ങളോട് ഫൈറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇനിസ്തതഉ, അവർ കഴിയുമെങ്കിൽ. ഓക്കെ, അപ്പൊ എന്താണ്? വലാ യസാലൂന യുഖാതിലൂനക്കുമാണ് നമ്മുടെ വിഷയം. എന്താ അർത്ഥം? അത് പറയ്. ഞാൻ ചോദിക്കാൻ പറയില്ല, ഞാൻ പറയുമ്പോ നിങ്ങൾ ഓരോന്ന് പറയും. വലാ യസാലൂന യുഖാതിലൂനക്കും. വലാ യസാലൂന എന്താ അർത്ഥം? അവർ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. യുഖാത്തിലൂന, യുദ്ധം നിങ്ങളിൽ യുദ്ധം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. വലാ യസാലൂന, അവർ ആയിക്കൊണ്ടേയിരിക്കും. യുഖാത്തിലൂന, യുദ്ധം ചെയ്തുകൊണ്ടേയിരിക്കും. കൊം, നിങ്ങളോട്. അവർ നിങ്ങളോട് യുദ്ധം ചെയ്തുകൊണ്ടേയിരിക്കും. അവിടെ ലാ വന്നല്ലോ. അവിടെ ലാ വരുമ്പോ നെഗറ്റീവ് അല്ലേ വരണ്ടേ? വല വന്നപ്പോ ഇത്ര നേരം പറഞ്ഞൊന്നും കേട്ടില്ലേ? മാസാല, കീപ്പ് ഓൺ, ആയിക്കൊണ്ടേയിരിക്കും. അതിന്റെ മുതാരിയാണ് ലാ യസാലു. ഓക്കെ, മാസാല, മാബരഹ, മംഫക്ക, മാഫത്തിയ, ഇതെല്ലാം അങ്ങനെ തന്നെയാണ്. ആയിക്കൊണ്ടേയിരിക്കും. വരുമ്പോ ലാ വരുവോ? അഡീഷണൽ ലാ വരുവോ? മാവിയുടെ കൂടെ മാവരും മുതാരിന്റെ കൂടെ ലാവരും. അഡീഷണൽ ഒന്നും അല്ലാതെ മായ്ക്ക് പകരം ലാവരും. തുടങ്ങിയപ്പോഴേ പറഞ്ഞു ഞാൻ. മാസാൽ ജിബിരിയിൽ പറഞ്ഞില്ലേ? എന്റെ എനിക്ക് എന്റെ ഹെഡ്ഫോൺ കേടായി. ഞാൻ ഫോണിൽ കൂടെ കേൾക്കുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ശബ്ദം. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങളൊരു 250 രൂപ കൊടുത്തൊരു ഹെഡ്ഫോൺ വാങ്ങി, നല്ല ഫോൺ വാങ്ങി. ഇല്ലെങ്കിൽ നമ്മളെ സ്കോളർഷിപ്പിൽ തരാം. വേണ്ട, എന്റെ നല്ലതായിരുന്നു. പെട്ടെന്ന് എന്തോ പ്രശ്നം വന്നേ. വേറെ മോന്റെ ഇല്ല. മോൻ വരും മേടിച്ചോളാം. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നം ഉണ്ടാവും. അതെ, നമ്മൾ സാധനം ഡിവൈസ് ഒക്കെ ചീത്തയായി കഴിഞ്ഞാലേ നമുക്ക് ഈ അള്ള ഇത്രയും അനുഗ്രഹം തന്നിരിക്കുന്നത് ബേസിക്കലി ഇതുപോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. നിങ്ങൾക്ക് ഇത് പഠിക്കാൻ പറ്റുന്നില്ല, പിന്നെ ഇത് കേൾക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയാതിരിക്കാൻ വേണ്ടിയാണ് ഇത്രയും അനുഗ്രഹം തന്നിരിക്കുന്നത്.
ഇപ്പൊ AI വന്ന് എന്തിനാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഖുറാൻ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾ ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ ChatGPT-യിലോ നോട്ട്ബുക്കിലോ ഒക്കെ ചോദിക്കാൻ വേണ്ടിയാണ്. ഖുറാൻ പഠിക്കാൻ പറ്റിയില്ല എന്ന് പറയാതിരിക്കാൻ വേണ്ടിയാണ് പുതിയ AI വന്നിരിക്കുന്നത്. നമ്മൾ വിചാരിക്കും വേറെ എന്തോ സാങ്കേതിക വിദ്യ പഠിപ്പിച്ചു തരാൻ വേണ്ടി വന്നതാണ്. അങ്ങനെയൊന്നുമില്ല. ജനങ്ങൾ ഖുറാൻ പഠിക്കാൻ പറ്റിയില്ല എന്ന് പറയരുത്. എന്റെ അടുത്ത് ഒരു പ്രബോധകന് വന്നില്ല എന്ന് ആരെങ്കിലും പറയാതിരിക്കാൻ വേണ്ടിയാണ്. നിന്റെ അടുത്ത് ChatGPT ഉണ്ടായിരുന്നില്ലേ? ഇത് വേറെ എന്താ സംഭവങ്ങളൊക്കെ പുതിയ പുതിയ പേരുകളൊക്കെ ഉണ്ട്. എല്ലാം ഉണ്ടായിരുന്നില്ലേ എന്ന് ചോദിക്കും. അതാ ഇതിനൊക്കെ അതിനകത്ത് എല്ലാ കാര്യവും നീ ChatGPT-യോട് ചോദിച്ചു കണ്ടുപിടിച്ചു. എന്നാ പിന്നെ ഖുറാനെ കുറിച്ചും ChatGPT-യോട് ചോദിക്കാമായിരുന്നില്ലേ എന്നൊക്കെ ഉണ്ട്. ഓക്കെ, എന്തായിരുന്നാലും ലാ യസാലൂന കേൾക്കുന്നുണ്ടോ? കേക്കാം. വലാ യസാലൂന എന്ന് പറഞ്ഞാൽ അവർ ആയിക്കൊണ്ടേയിരുന്നു. യുക്കാത്തിലൂനക്കും അല്ല ആയിക്കൊണ്ടേയിരിക്കും. യുക്കാത്തിലൂനക്കും നിങ്ങളോട് യുദ്ധം ചെയ്തുകൊണ്ടേയിരിക്കും. അതേപോലെ വലാ തസാലു തത്തലിഉ. അപ്പൊ എന്തായിരിക്കും അർത്ഥം? തത്തലിഉ എന്ന് പറഞ്ഞാൽ എത്തി നോക്കും. അലാ ഖായിനത്തിൻ മിൻഹും. വലാ തസാലു തത്തലിഉ അലാ ഖായിനത്തിൻ മിൻഹും. അവരിലെ വഞ്ചകന്മാരെ നീ നോക്കിക്കൊണ്ടേയിരിക്കും. അതേപോലെ വലാ യസാലുല്ലദീന കഫറൂ ഫീ മിരിയത്തിൻ. മിരിയത്ത് എന്താ? സംശയം കേട്ടോ. റൈബ് പോലെയാണ് മിരിയത്ത്. വലാ യസാലുല്ലദീന കഫറൂ ഫീ മിരിയത്തിൻ. സത്യനിഷേധികൾ സംശയത്തിൽ തന്നെയായിരിക്കും. സത്യനിഷേധികൾ സംശയത്തിൽ തന്നെയായിരിക്കും. സമയം വരുന്നവരെ അവരൊരിക്കലും അന്ത്യനാൾ വരുന്നത് എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരിക്കലും സംശയം തീരില്ല. നമ്മൾ വിചാരിക്കും അവർക്ക് നമ്മൾ ഒരുപാട് തെളിവുകളൊക്കെ സബ്മിറ്റ് ചെയ്യണം. സ്വീകരിക്കണം എന്നുള്ളവന് പെട്ടെന്ന് തന്നെ തെളിവെല്ലാം അവന് സ്വീകരിക്കാൻ വേണ്ടിയുള്ള തെളിവുകളെല്ലാം നമ്മൾ തന്നെ അത്ഭുതപ്പെടും. ഇയാൾ എങ്ങനെ ഇസ്ലാം സ്വീകരിച്ചു? കാരണം അതൊരു സുപ്രഭാതത്തിൽ അയാൾക്ക് തോന്നി ഇതാണ് ശരി, ഇത് ഞാൻ അംഗീകരിക്കണം എന്ന് തോന്നി. അപ്പൊ അയാൾ അംഗീകരിക്കും. അല്ലെങ്കിൽ നമ്മൾ എത്ര തന്നെ തെളിവ് സമർപ്പിച്ചാലും അവർക്ക് ബോധ്യമാവില്ല. അതാണ് വലാ യസാലുല്ലദീന കഫറു. മനസ്സിൽ കുഫർ കുടിയേറി കഴിഞ്ഞാൽ പിന്നീട് അവൻ മിരിയത്തിൻ അതിനെക്കുറിച്ച് സംശയത്തിൽ തന്നെയായിരിക്കും. അപ്പൊ ലാ യസാലയൊക്കെ മനസ്സിലായല്ലോ. മനസ്സിലായി. വലഖദ് ജാഅക്കും യൂസുഫു ബിൻ ഖബ്ലു ബിൽ ബയ്യിനാതി ഫമാ സിൽതും ഫീ ശക്കിൻ. ഇതെന്താ? ലാ യസാലു. ഇതെല്ലാം മുളാരിന്റെ കൂടെ ലായാണ് ഉപയോഗിച്ചത് കേട്ടോ. ഇവിടെ ജാലയുടെ കൂടെ മാലിയുടെ കൂടെ മാ ഉപയോഗിച്ചിട്ടുണ്ട്. വലഖദ് ജാഅക്കും യൂസുഫു മിൻ ഖബ്ൽ. നേരത്തെ തന്നെ യൂസുഫ് അലൈഹിസ്സലാം നിങ്ങളുടെ അടുക്കൽ വന്നിട്ടുണ്ടായിരുന്നു. ബിൽ ബയ്യിനാതി. നല്ല സുവ്യക്തമായ തെളിവുകളുമായി. ഫമാ സിൽതും ഫീ ശക്കിൻ. ശക്ക് എന്ന് പറഞ്ഞാൽ സംശയം. ഫമാ സിൽതും ഫീ ശക്കിൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സംശയത്തോടുകൂടി. ഓട് കൂടിയെന്ന് പറഞ്ഞു. കിട്ടിയോ? കൂടിയെന്ന് കിട്ടിയോ? നിങ്ങൾ മാസാരിയുടെ അർത്ഥം പറയൂ. സംശയത്തില് സംശയമായിക്കൊണ്ടിരിക്കുക. ഈ കെ എവിടെ നീട്ടി നിങ്ങൾക്ക്? ഞാൻ പറഞ്ഞു കെ ഒഴിവാക്കാന്ന് പറഞ്ഞു. കുമ്മല്ല, ഇവിടെ മാവിയാണ്. മാ സിൽതും. നേരത്തെ പറഞ്ഞ പോലെ മാ മാറ്റിയിട്ടാണ് പട്ടിക നോക്കേണ്ടത് കേട്ടോ. ഇവിടെ അപ്പം നിങ്ങൾ എന്താ പറഞ്ഞ? ഇപ്പൊ എന്താ പറഞ്ഞത്? നിങ്ങൾ സംശയത്തിലായിരിക്കെ. സംശയത്തിൽ നിങ്ങൾ സംശയത്തിലായിക്കൊണ്ടിരിക്കും. സംശയത്തിൽ തന്നെ ആയിക്കൊണ്ടേയിരിക്കും. മാസിൽത്തും നിങ്ങൾ ആയിക്കൊണ്ടേയിരിക്കും. മാസാല നിങ്ങൾ ആയിരുന്നു. മാസിൽത്തും നിങ്ങൾ ആയിക്കൊണ്ടിരുന്നു. നിങ്ങൾ ആയിക്കൊണ്ടിരുന്നു. ശക്കിൻ സംശയത്തിൽ.
നിങ്ങൾ സംശയത്തിൽ തന്നെ ആയിക്കൊണ്ടേയിരുന്നു. മാളിയല്ലേ? ഇപ്പോഴും തുടർന്നുകൊണ്ടേ ഇരിക്കുന്നു എന്നുള്ള ആ, അത് തന്നെ, ഇപ്പോഴും തുറന്നുകൊണ്ടേയിരിക്കുന്നു. ഇവിടെ ശരിക്കും അർത്ഥം എന്താ? യു കെപ്റ്റ് ഓൺ ഇൻ ദ ഡൗട്ട്, ഓർ യു ഹാഡ് ബീൻ ഇൻ ദ ഡൗട്ട്. നിങ്ങൾ സംശയത്തിൽ തന്നെ ആയിരുന്നു. മിമ്മ ജാഅക്കും ബിഹി. അപ്പം യൂസുഫ് നബി അലൈഹി ഇസ്ലാം വന്ന സന്ദർഭമാണ് പറഞ്ഞു കേട്ടോ, അതുകൊണ്ടാണ് മാളിയിൽ പറഞ്ഞത്. മൂസാ നബി അലൈഹി ഇസ്ലാം വന്നിട്ടും നിങ്ങൾക്ക് ബോധം ഉണ്ടായില്ല. അതിനു മുമ്പ് യൂസുഫ് നബി അലൈഹി ഇസ്ലാം വന്നപ്പോഴും നിങ്ങളോട് കാര്യങ്ങൾ പറഞ്ഞു തന്നിരുന്നു, ബയ്യിനാത്ത് നിങ്ങൾ കൊണ്ടു തന്നു. അപ്പോൾ നിങ്ങൾ സംശയത്തിൽ തന്നെ ആയിക്കൊണ്ടേയിരുന്നു. മാസിൽത്തും ഫി ഷക്കിൻ, നിങ്ങൾ സംശയത്തിൽ ആയിക്കൊണ്ടേയിരുന്നു. മിമ്മ ജാഅക്കും ബിഹി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വന്നെത്തും അതിൽ നിങ്ങൾക്ക് വന്നെത്തതിനെ കുറിച്ച് അതിൽ നിന്ന് നിങ്ങൾക്ക് കുറിക്കൽ എന്ന് വാക്കൊന്നും ഇവിടെ ഇല്ല. നിങ്ങൾക്ക് വന്നെത്തിയതിന് അതുകൊണ്ട് ആ വന്നു. ആ കേക്കട്ടെ. അതിനാൽ അതുകൊണ്ട് ജാഅയുടെ അർത്ഥം എന്താ? വന്നു, വന്നു. ജാഅ ബിഹി, ജാഅ ബിഹി എന്ന് പറഞ്ഞാൽ കൊണ്ടുവന്നു. കൊണ്ടുവന്നു. അപ്പൊ മിമ്മ ജാഅക്കും ബിഹി, അദ്ദേഹം നിങ്ങളുടെ അടുക്കൽ, ജാഅക്കും നിങ്ങളുടെ അടുക്കൽ കൊണ്ടുവന്നു, ബിഹി നിങ്ങളുടെ അടുക്കൽ കൊണ്ടുവന്നതിനെ കുറിച്ച് നിങ്ങൾ സംശയത്തിൽ തന്നെ ആയിരുന്നു. ഓക്കെ. വലൗ ശാഅ റബ്ബുക ലജഅല الناس ഉമ്മതൻ വാഹിദതൻ വലാ യസാലൂന മുഖ്തലിഫീന. അപ്പൊ ഇവിടെ അപ്പൊ മുളാരി വന്നുകൊണ്ട് എന്തായി? ലാ യസാലൂന, ലാ യസാലു എന്നായി. വലൗ ശാഅ റബ്ബുക ലജഅല الناس ഉമ്മതൻ വാഹിദതൻ, അള്ളാഹ് ഉദ്ദേശിച്ചിരുന്നെങ്കിൽ ജഅല الناس ഉമ്മതൻ വാഹിദതൻ, അള്ളാഹ് ജനങ്ങളെ എന്ത് ചെയ്യുമായിരുന്നു? ഒരേ സമുദായമാക്കും. ഒറ്റ സമുദായമാക്കുമായിരുന്നു. ഒരേ സമുദായമല്ല, ഒറ്റ സമുദായമാക്കും. കാരണം ഉള്ളിലേക്ക് എന്താണ് അവിടെ ഫോക്കസ് ഉണ്ടായിരുന്നു. ഉമ്മത്തൻ വാഹിദത്തൻ അല്ല യസാലൂന മുഖ്തലിഫീന. അപ്പൊ എന്താണ്? നേരത്തെ പറഞ്ഞിടത്തൊന്നും ഖബർ വന്നില്ല കേട്ടോ. നേരത്തെ വന്നിടത്തൊക്കെ ഖബർ വന്നില്ല, അവിടെ എല്ലാം ഇസ്മേ ഉള്ളൂ. വമാസിൽത്തും, അപ്പൊ അതിന്റെ ഇസ്മ അന്തുമാണ്. ഫീ ശക്കിൻ മിമ്മാ ജാഅക്കും ബിഹി, അവിടെ ഖബറായിട്ട് വന്നില്ല, അത് ജുംലയാണ് വന്നിരിക്കുന്നത്. പിന്നെന്താണ് ഇവിടെ? എന്താണ്? വലാ യസാലൂന, നിങ്ങൾ ആയിക്കൊണ്ടേയിരുന്നു, അല്ലെങ്കിൽ അവർ ആയിക്കൊണ്ടേയിരുന്നു, മുഖ്തലിഫീൻ, ഭിന്നിക്കുന്നവർ, അവർ ഭിന്നിക്കുന്നവർ ആയിക്കൊണ്ടേയിരുന്നു. അപ്പം എന്തുകൊണ്ട് മുഖ്തലിഫീനേക്ക് ഈന വന്നു? ആ വലാ യസാലൂനയുടെ ലാ യസാലൂനയുടെ ഖബറാണ്. അപ്പൊ അതിന്റെ ഇസ്നോട് എന്ന് ചോദിച്ചാൽ ലാ യസാലൂനയിലുള്ള ഹും ആണ്. അതേപോലെ വലാ യസാലു അല്ലദീന കഫറൂ തുസീബുഹും ബിമാ സനഉ ഖാരിഅത്തുൻ, അവിടെ എന്താണ്? വലാ യസാലു അല്ലദീന കഫറൂ. പിന്നെ തുസീബുഹും ബിമാ സനഉ എന്ന് പറഞ്ഞിടത്ത് ഖബർ ജുംലയാണ്. വലാ യസാലു അല്ലദീന കഫറൂ, സത്യനിഷേധികൾ ആയിക്കൊണ്ടേയിരുന്നു. ലാസാൽ എത്ര പ്രാവശ്യം? അല്ല, മാസാല അത് അത് കൗണ്ട് ചെയ്ത് തെറ്റിപ്പോയതാ. അത് ചിലപ്പോ മാ വന്നതായിരിക്കും നോക്കിയത്. എന്തായാലും ജാല വന്ന എല്ലാം ഇവിടെ എടുത്ത് കൊടുത്തിട്ടുണ്ട്. മായും വരുന്നുണ്ട്. മാ മുതാരിയുടെ മാവിയുടെ കൂടെ മാ വരും, മുതാരിയുടെ കൂടെ ലാ വരും.
ഇനി നമ്മൾ മാജാല മാബരിഹയിലേക്കൊന്നും പോകുന്നില്ല കേട്ടോ. അപ്പുറം മിരിയത്തിൻ മിൻഹും മാജാലത്ത് വലാജാലതിനൊക്കെ തുസീബുഹും. അപ്പം എന്തായി? അല്ലതിനൊക്കെ അപ്പുറം അതിന്റെ ഇസ്മായിട്ടാണ് വന്നിരിക്കുന്നത്. ബാക്കി അതിന്റെ ഖബർ ജുംലയാണ്. ഫമാസാല തിൽക്ക ദഅവാഹും. ഫമാസാല തിൽക്ക, സാലയുടെ മാസാലയാണ് വന്നത്. മാസാലയിൽ എന്താ വന്നത്? തിൽക്ക. അതിന്റെ ഇസ്മായിട്ടാണ് വന്നിരിക്കുന്നത്. തിൽക്ക വന്നതാണ് ദഅവാഹും ഹത്താ ജഅൽനാഹും ഹസീദൻ. പിന്നെ അതിന്റെ അപ്പൊ ഇവിടെ ഒന്നും നമുക്ക് കാനയെ പോലെ കാനയെ പോലെ വിശദാംശങ്ങളൊന്നും നോക്കേണ്ട കാര്യമില്ല. വളരെ അപൂർവമായിട്ട് മാത്രമേ അത് നമുക്ക് എന്ത് ചെയ്യാനുള്ളൂ, നോക്കാനുള്ളൂ. അപ്പൊ നമ്മള് കാനയിൽ സൗദിമാരെ നോക്കിയാൽ കാനയിൽ ഫോക്കസ് ചെയ്യാം കേട്ടോ. നമ്മളൊക്കെ സംബന്ധിച്ചോളം അതാ ചെയ്യേണ്ടത് കാനയിൽ. പിന്നെ ലൈസയ്ക്ക് 89 പ്രാവശ്യം അതിലുണ്ടെങ്കിൽ എല്ലാ സ്ഥലത്തും ഈ പറഞ്ഞതുപോലെ ഇസ്മിന് റഫ്ഉം ഖബറിന് നസ്ബായിട്ട് വന്നിട്ടില്ല. ഈ മാ ചേർത്തുള്ള വാക്കുകൾ ഒന്നുകൂടെ വായിച്ചു. മാ സാല മാ ഫത്തിഹ എന്താണ്? മാ ഫത്തിഅ ഒരു പ്രാവശ്യമാണ് വന്നിരിക്കുന്നത്. മാ അംഫക്കാന്നാണോ? തല്ലാഹി തഫ്തഉ തദ്കുറു യൂസുഫ, അതാണ് മാ ഫത്തിഅ വന്നിരിക്കുന്നത്. അടുത്തത് മാ അംഫക്കാണ്. തല്ലാഹി തഫ്തഉ തദ്കുറു യൂസുഫ. മാ അൻഫക അല്ല, മൻഫക എന്നാണ് വായിക്കുക. ഇൻഫക്കയാണ്. ഇൻഫക്ക മൻഫക്ക. മാ ഇൻഫക്ക അല്ല, മൻഫക്ക. മൻഫക്ക അതെന്തായാലും ഖുറാനിൽ വന്നിട്ടില്ല. ഫത്തിഹ വന്നിട്ടുണ്ട്. ഫത്തിഹ വന്നിരിക്കുന്ന ആയത്താണ് ഞാൻ പറഞ്ഞത്. അല്ലാഹി തഫ്തഉ തദ്കുറു യൂസുഫ. താങ്കൾ യൂസുഫിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടേയിരിക്കും. മക്കൾ എന്നിട്ട് അപ്പയോട് പറഞ്ഞതാണ്. ഓക്കെ. ഇവിടെ ഉണ്ട് അത്. മാ ബരിഹ, മാജാല മാ ബരിഹ. യൂസുഫ് നബി അലൈഹി സ്വലാം അവിടെ എന്തായിരുന്നു, ബിന്യാമിനെ അവിടെ പിടിച്ചു നിർത്തിയപ്പോൾ സഹോദരന്മാർ എന്ത് ചെയ്തു എന്നുള്ളതാണ് പറയുന്നത്. കാല കബീറുഹും, മൂത്ത സഹോദരൻ പറഞ്ഞു, അലം തഅലമു അന്ന അബാക്കും ഖദ് അഖദ അലൈക്കും മൗസിഖൻ മിനല്ലാഹി മിൻ ഖബ്ലു ഫമാ ഫറത്തും ഫീ യൂസുഫ ഫലൻ നബ്റഹൽ അർള. അവരെ വിളിച്ച് സഹോദരന്മാരെല്ലാം കൂടെ യോഗം കൂടിയിട്ട് മൂത്തയാൾ എന്ത് പറഞ്ഞു? ഫലൻ നബ്റഹൽ അർള, ഞാൻ ഈ സ്ഥലത്തുനിന്ന് പോവില്ല എന്ന് പറഞ്ഞാൽ, ലൻ അബ്രഹ എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ ആയിക്കൊണ്ടേയിരിക്കും. അബി, വാപ്പ പറയുന്നവരെ, ഔ യഹ്കും അല്ലാഹു ലി, അള്ളാഹുവിന്റെ ഹുക്കം വരുന്നവരെ, അള്ളാഹിന്റെ വിധി വരുന്നവരെ, ഖൈറുൽ ഹാക്കിം, ഞാൻ ഇവിടെ നിന്ന് പോവില്ല. എന്നിട്ട് അവരെ പറഞ്ഞയച്ചിട്ട് സഹോദരന്മാരെ പറഞ്ഞിട്ട് വാപ്പടുത്ത് പോയി പറയാൻ പറഞ്ഞു, നിങ്ങളുടെ മോൻ പുന്നാര മോൻ മോഷിച്ചിരിക്കുന്നു എന്നൊക്കെ പറയാൻ പറഞ്ഞു. ഇതിന്റെ എല്ലാത്തിന്റെ അർത്ഥം ഏകദേശം ഒരേപോലെ തന്നെ വരിക അല്ലേ? ആയിക്കൊണ്ടേയിരുന്നു. മാസാല മാബരഹ മാഫത്തിയ എല്ലാം ആയിക്കൊണ്ടേയിരുന്നു എന്നുള്ളതാണ്. അതേപോലെ മൂസ ലാ അബ്രഹു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഹത്ത അബ്രഹ ലാ അബ്രഹു. നമുക്ക് അവിടെ എന്താ പറയാ, ലാ അബ്രഹു എന്ന് പറഞ്ഞാൽ ഞാൻ യാത്ര തുടരും. മൂസാ നബി അലൈഹി സ്വലാം യാത്ര തുടരുകയാണല്ലോ ഭൃത്യനുമായി. ഇതിലെന്താ ഭൃത്യനോട് പറഞ്ഞത്? മൂസാ അലി ഫത്താഹു തന്റെ ഭൃത്യനോട് പറഞ്ഞു, ലാ അബ്രഹു, ഐ വിൽ കീപ് ഓൺ ട്രാവലിംഗ്. അവിടെ എന്ത് അവസ്ഥയാണോ അതാണ് ഞാൻ തുടരുന്നത്. ലാ അബ്രഹുവിന്റെ അർത്ഥം എന്താ? എന്താ കോയസാബേ? ഇവിടെ യാത്രയാണ്. ഇവിടെ യാത്ര, ഞാൻ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കും. ഹത്ത അബ്ലഗ മജ്മഅൽ ബഹ്റൈൻ, ഞാൻ ബഹ്റൈനിൽ എത്തുന്നവരെ. കേട്ടാ, മജ്മഅ ബഹ്റൈനാണ്, 2 സമുദ്രങ്ങൾ ഒരുമിച്ച് കൂടുന്ന സ്ഥലത്ത് എത്തുന്നത് വരെ. ഔ അംലി ഹുഖ്ബ, അല്ലെങ്കിൽ ഞാൻ യുഗങ്ങളോളം കടന്നു വരെ.
അപ്പൊ അവിടെ അബ്രഹ പഠിച്ചു. ഖാലൂ ലൻ നബ്രഹ അലൈഹി ആകിഫീൻ ഹത്താ യർജിഅ ഇലൈനാ മൂസ. അപ്പം മൂസാ നബി അലൈഹി സ്വലാമിയുടെ ജനങ്ങൾ എന്തുണ്ടാക്കി? ബിംബത്തെ ഉണ്ടാക്കി ആരാധിക്കാൻ തുടങ്ങി. ഉക്രിടുന്ന കാളക്കുട്ടനെ ഉണ്ടാക്കി. എന്നിട്ട് എന്ത് പറഞ്ഞു? ലൻ നബ്രഹ അലൈഹി, ലൻ നബ്രഹ. അപ്പൊ ഇവിടെ മാ വന്നു, ലാ വന്നു, ഇവിടെ ലെൻ വന്നു. മായും ലാക്കും പകരം ഫ്യൂച്ചർ പറയാൻ വേണ്ടി എന്ത് പറഞ്ഞു? ലെൻ പറഞ്ഞു. അപ്പൊ ലെൻ നബ്രഹ, ഞങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. ആക്കിഫീൻ അല്ല, നേരത്തെ മലയാളം പറഞ്ഞത് ആക്കിഫീൻ. കോയ സാഹിബ് എന്താ പറഞ്ഞു? ഭജനമിരിക്കും. ഞങ്ങൾ ഭജനം തുടർന്നുകൊണ്ടേയിരിക്കും. മൂസ, മൂസ മടങ്ങി വരുന്നവരെ. അത് ഹാറൂൻ നബി അലൈഹി സ്വലാമിനോട് പറഞ്ഞതാണ്. അപ്പൊ ലെൻ എന്ന കാര്യം ശ്രദ്ധിക്കണേ. ലെൻ നബ്രഹ. ഓക്കെ, ഇപ്പൊ ഇതോടുകൂടി നമ്മളെ കാനയുടെ ആഫീസ് കൂട്ടി. ഈ കാര്യങ്ങളെ കുറിച്ച് ഒരു അവബോധം നമുക്കുണ്ടായിരിക്കുക. ഏത് ബൈത്ത് ഒന്നുകൂടെ പറയാം ഞാൻ. ലി കാന ബാത്ത സാറ അംസ ലൈസ വൽ. ലി കാന ബാത്ത സാറ അംസ ലൈസ വൽ. പിന്നെ മാദാമ. പിന്നെ പറഞ്ഞത് അക്കിസു മാലി ഇന്ന എന്ന് പറഞ്ഞാണ്. അക്കിസ് എന്ന് പറഞ്ഞ ഓപ്പോസിറ്റ്. മാലി ഇന്ന, ഇന്നയുടെ ഓപ്പോസിറ്റ് ആണ് കാനയുടെ നിയമം എന്നാണ് പറഞ്ഞത്. അക്സു മാലി ഇന്ന മിൻ അമൽ. പിന്നെ പറഞ്ഞത് അസ്ബഹ അലഹ ബരിഹ ഇൻഫക ഫതി സാല. എന്നിട്ട് പറഞ്ഞു ബി നഹ്വി നഫി ദിൽ അർബഅ. അവസാനം പറഞ്ഞ 4 എണ്ണത്തിന് നഫി ഉണ്ടാകുന്ന പറഞ്ഞത്. അപ്പൊ ലാ വരാം, മാ വരാം, ലെൻ വരാം. ഇതൊക്കെ വന്നിട്ടുണ്ട് ഖുർആനിൽ. ഓക്കെ, ഇനി കാനയുടെ സൗകര്യമാരും കഴിഞ്ഞു, ഇന്നയുടെ സൗകര്യമാരും കഴിഞ്ഞു. ഓക്കെ, ഇനി നമ്മൾ നിയമ ബേസ പോലുള്ള കുറച്ച് കാര്യങ്ങൾ കൂടെയാണ് പഠിക്കാനുള്ളത്. അതുകൊണ്ട് ഇനി ഇപ്പൊ എത്ര പേരായിരുന്നു നമ്മളിതിൽ ചേർന്നത്? കുറേ ആൾക്കാരുണ്ടായിരുന്നു അല്ലേ? ഇപ്പൊ എത്ര പേര് കാണുന്നുണ്ട്? അഷറ. അപ്പൊ എല്ലാവരെയും കൂട്ടിയിട്ട് നമുക്ക് അൽ ബക്കർ തുടങ്ങാം. അപ്പൊ എല്ലാവരും അൽ ബക്കറയ്ക്ക് വേണ്ടിയുള്ള രജിസ്ട്രേഷൻ പെട്ടെന്ന് നടത്തുക. ഇനി 1-2 ക്ലാസ്സും കൂടെ ഇതിന്റെ ബാക്കിയുള്ളൂ. ഫൈനൽ പരീക്ഷയ്ക്ക് പ്രശ്നം ഉണ്ടാവോ? ഏത് ഫൈനൽ പരീക്ഷ 23-ാം തീയതി എന്ത് പരീക്ഷയാണ്? ഫൈനൽ. അത് ഗ്രാമറൊക്കെ ഉണ്ടാവും. ഇതൊക്കെ ഉണ്ടാവോ? ഓ, ഇതെല്ലാം ഉണ്ടാവും. ഇതെല്ലാം പഠിപ്പിച്ചല്ലോ അതിനകത്ത്. മാസാലൊന്നും ഡീറ്റെയിൽ ആയിട്ടും പഠിപ്പിച്ചിട്ടുണ്ടാവില്ല. പറഞ്ഞു പോയിട്ട് അത് ഇതിലെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടത് കാനയാണ്. കാനയാണ് ഡീറ്റെയിൽ പഠിക്കുന്നത്. മറ്റൊരു ഇന്നയും അന്നയുമാണ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത്. ഇതെല്ലാം ഉണ്ട് ഫൈനലില്. ഇതെല്ലാം ഉണ്ട്. കഴിഞ്ഞ എക്സാമിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയില്ലല്ലോ. സർട്ടിഫിക്കറ്റ് ഒക്കെ ഒരു ബൾക്കായിട്ട് ഇന്ന് പ്രിന്റ് ചെയ്ത് കൊണ്ട് വെച്ചിരിക്കുക. കുറെ സർട്ടിഫിക്കറ്റ് ചോദിച്ചിട്ടുള്ളൂ, ഉടനെ അയക്കാൻ തുടങ്ങും. ചോദിച്ചിട്ടുള്ളൂ. പ്രയാസമില്ല. അല്ല, ഇത്രയും സർട്ടിഫിക്കറ്റ് ഉണ്ടാ? ഇത്രയും സർട്ടിഫിക്കറ്റ് ഇത്രയും ഇന്നിപ്പോ കൊണ്ട് പ്രിന്റ് ചെയ്ത് ഇപ്പൊ ഒരാളെ പുതിയതായിട്ട് അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. സർട്ടിഫിക്കറ്റ് എനിക്കുള്ള സപ്പോർട്ടിങ് ചെയ്യാൻ വേണ്ടി ഇവിടെ ഇരുന്ന് ചെയ്യുന്ന വർക്ക്. ബാക്കി എല്ലാവരും റിമോട്ട് എന്താ പറയാ, വർക്കിംഗ് അറ്റ് ഹോമാണ്, വർക്ക് ഫ്രം ഹോമാണ് ബാക്കി എല്ലാ ആൾക്കാരും ചെയ്യുന്നത്. അപ്പൊ എന്റെ വർക്കൊന്നും ഇവിടെയും ചെയ്യാൻ പറ്റില്ല. ഇതെല്ലാം ഇവിടെ തന്നെ ചെയ്യണ്ടേ. ഇവിടെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ സഹായിക്കാൻ വേണ്ടി ഒരാളെ പുതിയതായിട്ട് അപ്പോയിന്റ്മെന്റ് ചെയ്തു റമദാനിനിടയ്ക്ക്. അപ്പോ ഇതെല്ലാം വർക്ക് ഇൻഷാല്ല 1 മാസത്തിനകം എല്ലാ പെൻഡിങ് വർക്കും തീരും. കുറെ സർട്ടിഫിക്കറ്റ് ബാക്കിയുള്ളപ്പോൾ അൽബക്കറ പഠിച്ചവര് അൽബക്കറ നിസാ അൽബക്കറ ആലിമ്രാൻ നിസാ മാഇദ അൻആം ഈ 5 സൂറത്തിന്റെ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടില്ല. അതൊക്കെ ഇപ്പോഴും പെൻഡിങ് ആണ്. ഇതെല്ലാം അതിന് വരെയുള്ള ബാക്കി 8 സെമസ്റ്റർ വരെയുള്ള സർട്ടിഫിക്കറ്റുകളാണ് ഈ പറഞ്ഞത്. ഇതെല്ലാം ഇന്നിപ്പോ കൊണ്ടുവന്നിട്ടേ ഉള്ളൂ. സർട്ടിഫിക്കറ്റ് മാത്രമാണ് ഇതിനോട് ആൻസർ ചെയ്തിട്ട്
പിന്നെ അഡ്രസ്സ് റെഡിയാക്കി അയക്കുക എന്നൊക്കെ ഒരു മാസം പണിയുണ്ടായി. ഉസ്താദിന്റെ ആരോഗ്യസ്ഥിതി എങ്ങനെ? അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. ചോദിച്ചതിന് നന്ദി. അൽഹംദുലില്ലാ ഖൈറാ. ഞാനും ചോദിക്കാൻ വരുമായിരുന്നു. നാളെ കോഴിക്കോട് വരും. നാളെ കോഴിക്കോട് വരും. ഇൻഷാ അല്ലാഹ് ശനിയല്ലേ? ഇൻഷാ അല്ലാ. ക്ലാസ് കഴിഞ്ഞോ സാറേ? അപ്പോ ഇനി 1-2 ക്ലാസ് ഇതിന്റെ ബാക്കിയുണ്ട്. ഇന്നത്തെ ക്ലാസ് അവസാനിച്ചു. നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് കാനയാണ്. ബാക്കി കാര്യങ്ങളെല്ലാം കൂടെ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്നുള്ള ഒരു ധാരണ ഉണ്ടാക്കിക്കുക. ഖുർആൻ വായിക്കുമ്പോൾ നമ്മൾ അർത്ഥത്തിലാണ് ഫോക്കസ് ചെയ്യേണ്ടത്, ആശയം, അർത്ഥം. അപ്പൊ അവിടെ നമ്മൾ അസ്ബഹ അതേപോലുള്ള വാക്കുകളെല്ലാം അപ്പൊ അതുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആശയത്തിൽ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അപ്പൊ നമുക്ക് ഫോക്കസ് താനെ വന്നോളും. കാര്യം പറയാനുണ്ടായിരുന്നു. എനിക്ക് അടുത്തൊരു 3-4 ആഴ്ചകളിൽ കുറച്ച് തിരക്കായിരിക്കും. ഞാൻ ഇൻഷാ അല്ലാഹ് യുഎസിലെ ഹജ്ജിന് പോകാൻ എല്ലാം ശരിയായിട്ടുണ്ട്. അപ്പം അപ്പൊ എല്ലാരും നിങ്ങളെ പേരെന്താ പറഞ്ഞ്? ബുഷറാണ് പറഞ്ഞല്ലേ? ആരൊക്കെ പോകുന്നത്? ഞാനും ഹസ്ബൻഡിന്റെ പെങ്ങളും കൂടിയാണ് കൊടുത്തിരുന്നത്. പക്ഷെ ഹസ്ബൻഡിന് ഇപ്പം പോകാൻ പറ്റാത്തൊരു കണ്ടീഷനിലായി. കാരണം ഇപ്പൊ ഞാനും പുള്ളിക്കാരനൊരു അസുഖം ഉണ്ടായിരുന്നു ഓൾറെഡി. ഇപ്പം അത് യാത്ര ചെയ്യാൻ പറ്റാത്തൊരു കണ്ടീഷനാണ്. എളുപ്പത്തിൽ സുഖമായി കൊടുക്കട്ടെ. അപ്പോഴേ എനിക്ക് പറയാനുള്ള സംഭവമുണ്ട്. നിങ്ങൾ എന്തായാലും യാത്രയൊക്കെ അള്ളാഹു എളുപ്പമായി തെറ്റേ മക്കബൂലും മബ്രൂറുമായ ഹജ്ജ് സഹി ഇതൊക്കെ ചെയ്യാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അവിടെ നടക്കുന്ന നടന്ന സംഭവ വികാസങ്ങളെ കുറിച്ച് ഒരു ധാരണ നമ്മുടെ മനസ്സിലുണ്ടാകാം. ഇബ്രാഹിം നബി അലൈഹി സ്വലാം, ഇസ്മായിൽ നബി അലൈഹി സ്വലാം, ഹാജർ അലൈഹിസ്സലാം, അതുപോലുള്ള സംഭവ വികാസങ്ങൾ, അവിടെ നടന്ന കാബ പുനർനിർമ്മാണം, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇബ്രാഹിം നബി അലൈഹി സ്വലാം ചെയ്ത കാര്യങ്ങൾ, അദ്ദേഹത്തിന്റെ ത്യാഗം, അതുപോലുള്ള കാര്യങ്ങൾ, ഇസ്മായിൽ നബി അലൈഹി സ്വലാം അവിടെ കൊണ്ടാക്കിയിട്ട് പോകുന്ന സംഭവം, ഇതെല്ലാം നമ്മുടെ മനസ്സിൽ വരുന്ന സംഭവങ്ങളാണ്. അതേപോലെ കഅബ അവിടെ ഹറമിൽ ചെല്ലുമ്പോൾ ആ സ്ഥലത്ത് നടന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ട് നടന്ന ചേർത്ത സംഭവങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടതാണ്. അവിടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹറമിനകത്ത് അവിടെ നമസ്കരിച്ച് നിൽക്കുമ്പോഴാണല്ലോ അവിടെ കുടൽമാല ഇട്ടത്. അവിടെ നമസ്കരിച്ച് നിൽക്കുമ്പോഴാണ് അബൂജഹൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചവിട്ടാൻ പോയത്. അവിടെ വെച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കഴുത്തിൽ തുണിയിട്ടിട്ട് ഒരാൾ അങ്ങോട്ടും ഒരാൾ ഇങ്ങോട്ടും വലിച്ചത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് തന്നെ പീഡനം അനുഭവിച്ചു. ആ പ്രദേശത്ത് വെച്ചാണ് സുമയ്യ കൊല്ലപ്പെടുന്നത്, അമ്മാറിനെ മർദ്ദിക്കുന്നത്. അങ്ങനെ ഓരോ സഹാബിമാർ അനുഭവിക്കുന്ന പീഡനങ്ങൾ, ഇതെല്ലാം നമ്മളിപ്പോ ചെന്ന് നോക്കുമ്പോൾ വളരെ വിശാലമായ സ്ഥലമാണ്. ആ ഹറം, ഇത്രയും ഹറം അത്രയും പ്രദേശം ഇല്ല അവിടെ അന്ന്. അപ്പം അന്നത്തെ പ്രദേശം വെച്ച് അന്നത്തെ അവസ്ഥ വെച്ച് നോക്കിയാൽ വിശാലമായ ആൾക്കാർ താമസിക്കുന്ന സ്ഥലങ്ങളെല്ലാം അടങ്ങുന്നതാണ് ഇന്നത്തെ ഹറം എന്ന് പറയുന്നത്. ഹറം എന്തിനാ എക്സ്പാൻഡ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ അത്രയും പ്രദേശത്ത് നടന്ന സംഭവ വികാസങ്ങൾ, മുഴുവൻ സംഭവ വികാസങ്ങളും നമ്മൾ വായിച്ച മുഴുവൻ സംഭവ വികാസങ്ങളും ആ പ്രദേശത്ത് വെച്ച് നടന്നതാണ്. അപ്പൊ ഞാൻ യഥാർത്ഥത്തിൽ പറയാൻ വന്ന വേറൊരു കാര്യം, അതായത് ഹജ്ജിന് പോവുക, ഉംറയ്ക്ക് പോവുക, യാത്ര പോവുക, മറ്റൊന്ന് സംഭവങ്ങൾ ചെയ്യുമ്പം നമ്മൾ എപ്പോഴും ഒഴിവാക്കുന്ന ഒരു പ്രധാന കാര്യമാണ് ഖുർആൻ പറയുന്നത്. എനിക്ക് അതിനോട് യോജിപ്പില്ല. അതാണ് എനിക്ക് പറയാനുള്ളത്. അദ്ദേഹം നേരത്തെ പറഞ്ഞില്ലേ, ഔസാനി ബിസ്സലാത്തി വസ്സകാത്തി മാ ദുംതു ഹയ്യ, എന്റെ ചങ്കില് ജീവനുള്ളിടത്തോളം കാലം. ഖുർആൻ പറഞ്ഞ ഒഴിവാക്കാൻ പാടില്ല. നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഖുർആൻ വായിച്ച് മനസ്സിലാക്കുക എന്നതാണ് സെറ്റ് ചെയ്ത ഗോൾ. ഈ ഗോളിൽ എത്തുന്നവരെ നമ്മൾ ഈ പണിയൊന്നും ചെയ്യാൻ പാടില്ല, വിട്ടുപോകാൻ പാടില്ല. അതില് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഒരു പേജ് വായിക്കുക, അതിൽ എത്ര വാക്ക് എനിക്ക് അറിയുമെന്ന് നോക്കുക, അത് ഡയറിയിൽ എഴുതി വയ്ക്കുക. ഇത് എന്താണ്? വലാ തസാലൂന തഅമലൂന ഔ തഖറഊന വതക്തുബൂന, നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്യണം? ചെയ്തുകൊണ്ടേയിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഒരു സുപ്രഭാതത്തിൽ ഖുർആൻ എടുത്ത് വായിച്ചു നോക്കുമ്പോൾ അത് മനസ്സിലാവും. എവിടെയെങ്കിലും ഇമാം വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഇതൊരിക്കലും ചെയ്യാൻ, അതായത് ഖുർആൻ നിന്നും വിട്ടുള്ള ഒരു കളിയുമില്ല.
നമ്മൾ എവിടെ പോയാലും എന്ത് ചെയ്യണം, ഉടനെ നെറ്റ് കണക്ഷൻ അതുപോലുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ എന്താണ് സെറ്റ് അതിനുള്ള സംഭവം. നമ്മളിപ്പം യാത്ര പോകുമ്പോഴത്തേക്ക് നമ്മൾ മരുന്ന് കൊണ്ടുപോകും, യാത്രാ സാമഗ്രികൾ കൊണ്ടുപോകും, യാത്രയ്ക്ക് വേണ്ടിയുള്ള സൗകര്യങ്ങളെല്ലാം ഇവിടെ പോകുന്ന സമയത്ത് നമ്മുടെ ഗ്രൂപ്പ് എപ്പോഴും എന്ത് ചെയ്യണം, ഇത് പിൻ ചെയ്ത് വെച്ചേക്കുക. ഫസ്റ്റ് നമ്മളെ മെസ്സേജ് റീഡ് ചെയ്യേണ്ടത് ഖുർആൻ പഠനവുമായി ബന്ധപ്പെട്ട മെസ്സേജാണ് റീഡ് ചെയ്യേണ്ടത്. അതിൽ നിന്നുള്ള ആക്ടിവിറ്റി പഠിക്കാൻ പാടില്ല പരമാവധി. പിന്നെ നമുക്കറിയാം യോമുൻ നഹർ, അതായത് പിന്നെ എന്താ പറയാ, അറഫയിൽ നൃത്തം. അറഫയിൽ നൃത്തം നമുക്ക് എന്താ പണി? അറഫയിൽ പിന്നെ മിനയിൽ രാപ്പാർക്കുമ്പോൾ നമുക്ക് എന്താ പണി? നമ്മളവിടെ പോയി ഒരുപാട് സംഭവം ചെയ്യണം, ഒരു പണിയില്ല. നമ്മളവിടെ ആ സന്ദർഭത്തിലുള്ള കാര്യങ്ങളൊക്കെ ആലോചിക്കുകയും ചരിത്ര സംഭവങ്ങൾ അയവിറക്കുകയും ചെയ്യുക എന്നതാണ് ലിയഷ്ഹദു മനാഫിഅ ലഹും, അവിടെയുള്ള പ്രയോജനങ്ങൾ അവർക്ക് ലിയഷ്ഹദു, അവരതിന് സാക്ഷ്യം വഹിക്കുന്നതിന് വേണ്ടി എന്നാണ് പറഞ്ഞത്. അവിടെ സാക്ഷ്യം വഹിക്കുക എന്നതാണ് നമ്മുടെ പ്രധാന സംഭവം എന്ന് പറയാം. അപ്പൊ നമ്മുടെ മനസ്സ് അതുമായി കൊണ്ടുവരണം, അത് ഈ താതാമ്യപ്പെട്ടുകൊണ്ടുവരണം. പിന്നെന്താ ചെയ്യേണ്ടത്? പിന്നെ ഏറ്റവും വലിയ ദിക്റാണ് ഖുർആൻ പറയുന്നത്. അതിലേക്കും നിങ്ങൾക്ക് ഒരു ദിക്ർ അർപ്പിക്കാനിരിക്കുന്നു. തീർച്ചയായും ഇതൊരു ദിക്റാണ്, അല്ലെ? ഈ ദിക്റാണ്. ഇതെന്ത് ചെയ്യണം? ഇത് ചെല്ലിയാൽ, ഇത് ചെയ്താൽ, ഇതിന്റെ പണിയെടുത്താൽ ഹജ്ജിൽ നമ്മൾ ദിക്ർ ചെയ്യുന്നതിന്റെ ഫലം കിട്ടും. പിന്നെ മിനയിൽ രാപ്പാർക്കുന്ന ദിവസങ്ങളിൽ, സമയങ്ങളിൽ, പിന്നെ അറഫയിൽ നിൽക്കുന്ന സമയത്ത് ഇതവിടെയൊക്കെ നമുക്ക് ഇഷ്ടം പോലെ സമയമുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്കറിയാം, പിന്നെ അറഫയിൽ നിന്നും മുസ്ദലിഫയിലേക്ക് പോകുമ്പോഴും മുസ്ദലിഫയിൽ നിന്നും മിനയിലേക്ക് പോകുമ്പോഴും കല്ലെറിയുന്ന സന്ദർഭത്തിലൊക്കെ എന്താണ്, എനിക്ക് മിക്കവാറും എന്താണ് ത്വാഫുൽ ഇഫാദ നടത്തുന്ന സമയത്ത് ഫുള്ള് തിരക്കുക, ഒരു സെക്കൻഡ് ഇതുണ്ടാവില്ല, ഫ്രീ ഉണ്ടാവില്ല, ഒരു സെക്കൻഡ് ഫ്രീ ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെ തിരക്കുള്ള സമയത്ത് ഓക്കെ, അപ്പൊ നമ്മൾ അതുമായി ബന്ധപ്പെട്ട വിഭാഗത്തിലാണ് വ്യാപൃതമായിരിക്കുന്നത്. അത് കഴിഞ്ഞാൽ നമ്മൾ ടെന്റിൽ വന്നിരിക്കുകയും കിടക്കുകയും റെസ്റ്റ് എടുക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഖുർആൻ റിലേറ്റഡ് വർക്ക്. നമുക്ക് വേറെ ഒന്നും പറയണ്ടോ? മൈക്ക് ഓഫ് ചെയ്തേ. ജസാക്കല്ലാഹ് ഖൈറൻ കസീറ. ഞാനിത് പറയുന്നത് ഞാൻ 2-3 വർഷമായിട്ട് ഇങ്ങനെ ആ നിയത്തിൽ ഇങ്ങനെ പലതും പഠിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. ഇഷ്ടംപോലെ ക്ലാസ്സുകൾ കേൾക്കുകയും അവിടെ എന്താ ചെയ്യേണ്ടത്, ഇപ്പൊ ഉസ്താദ് പറഞ്ഞപ്പോ അതിനൊരു ക്ലാരിഫിക്കേഷനും കിട്ടി. അൽഹംദുലില്ലാഹ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജ് നിർവഹിച്ചു നിങ്ങൾക്കും ഒപ്പം യാത്ര ചെയ്യുന്നവർക്കും മുസ്ലിങ്ങൾക്കും അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അതേപോലെ പീഡനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, പീഡിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, മർദ്ദകർക്കെതിരെയും പ്രാർത്ഥിക്കണം. നമ്മൾ ഒരാളെ എടുത്തല്ല പ്രാർത്ഥിക്കേണ്ടത്, മർദ്ദകരെ പരാജയപ്പെടുത്തുകയും മർദ്ദിതരെ രക്ഷപ്പെടുത്തുകയും ചെയ്യണം. മർദ്ദിതരും പീഡിതരുമായ ആൾക്കാരെ രക്ഷപ്പെടുത്തുകയും മർദ്ദിക്കുന്നവരും അക്രമികളുമായ സമൂഹത്തെ പരാജയപ്പെടുത്താൻ വേണ്ടി പ്രാർത്ഥിക്കുക. ഇന്ന് കുറച്ച് നീണ്ടുപോയെന്ന് എനിക്കറിയാം, പക്ഷേ നമുക്ക് മാസാല മാമരി ഇതൊക്കെ എന്താണ് പ്രാധാന്യം കുറഞ്ഞതാണ്. എന്നാൽ അത് പറഞ്ഞു തീർക്കുക എന്നുള്ളത് അതിന്റെ ബന്ധപ്പെട്ട കാര്യം പറഞ്ഞു.